നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ പതിവ് പോലെ ഞാൻ എറണാകുളം ഡ്രസ് മാർക്കറ്റിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സോ ഈ ഒരു ഓണം സീസണിൽ നല്ല ലാഭത്തിൽ നല്ല അടിപൊളി സാരികൾ വാങ്ങിക്കാൻ പറ്റിയ ഭവാനി ടെക്സ്റ്റൈൽസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഭവാനി ടെക്സ്റ്റൈൽസിൽ ഓണം പ്രമാണിച്ച് ഒരുപാട് സാരീസിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് പട്ട് സാരീസ്, കേരള സാരീസ്, ഡിസൈനർ സാരീസ്, കോട്ടൺ സാരീസ് തുടങ്ങി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാത്തരം സാരീസും ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഭവാനി ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ സാരീസിൻ്റെ ഒരു കിഡിലൻ ഫീച്ചേർഡ് കളക്ഷൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഭവാനി ടെക്സ്റ്റൈൽസ് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ PO ലിങ്ക് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ ഇങ്ങനെ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ കാണുന്നതാണ് നമ്മുടെ എറണാകുളം ഭവാനി ടെക്സ്റ്റൈൽസിലെ സാരീസിൻ്റെ സെക്ഷൻ. അപ്പോൾ A to Z ഇന്ത്യയിലെ സാരീസ്, ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസും അവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഒരുപാട് കടകളിൽ നമുക്ക് ഇവിടെ നിന്നാണ് അവർ സാരികളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. സാരികൾ നമുക്ക് ഇവിടെ 110 രൂപ മുതലുള്ള സാരികളുണ്ട്. ഓക്കെ, അതിൽ സിൽക്ക് സാരി ഉണ്ട്, യൂണിഫോം സാരീസ് കൊടുക്കുന്നുണ്ട്, കോട്ടൺ സാരി ഉണ്ട്, ഓയിൽ സാരികൾ, അങ്ങനത്തെ എല്ലാ സാരികൾ നമുക്ക് ഉണ്ട്. സാരി നമ്മൾ 110 രൂപ മുതലുള്ള സാരികളാണ് ഇവിടെ ഉള്ളത്. അത് ആദ്യം നമുക്ക് കാണാം. ഓക്കെ, അതെന്ത് മോഡലാണ്? എന്തെങ്കിലും സ്പെഷ്യൽ ഷിഫോൺ സാരികളിൽ വരുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് 110 രൂപയുടെ സാരിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നോക്കിക്കേ, അതിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കേ. ഇതിപ്പോൾ നോർമലി നമുക്ക് ചെറിയ ഇപ്പോൾ ഡെയിലി ഓഫീസിലൊക്കെ സാരി എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് മാറി മാറി നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി കളേഴ്സുകൾ ഉണ്ട്. നമ്മൾ ജസ്റ്റ് കാണിക്കാവുന്ന കുറച്ച് കാണിച്ചു. ഓക്കെ, അപ്പോൾ വീട്ടിലൊക്കെ സാരി ഉടുത്ത് നിൽക്കുന്ന അമ്മമാരൊക്കെ ഇല്ല, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകാരൊക്കെ ഇതൊരു ബണ്ടിലായിട്ട് കുറച്ച് സാരീസ് വാങ്ങിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കച്ചവടം, വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല ലാഭമുള്ളൊരു ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ കാണുന്നതൊക്കെയാണ് ആ ഒരു 110 രൂപയുടെ സാരീസിൻ്റെ മോഡൽ. അപ്പോൾ ഇത്രയും കളക്ഷൻസ് മാത്രമല്ല അല്ലേ ചേച്ചി, ഇത് കൂടുതൽ ഐറ്റംസ് ഇല്ലേ നമുക്ക്? നമ്മളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമാണ് നമ്മൾ ഇത്രയും ലിമിറ്റഡ് നമ്പേഴ്സ് എടുത്തത് കേട്ടോ. ഇതിലധികം 100 കണക്കിന് സാരീസ് ഉണ്ട്. അടുത്തത് നമുക്ക് പ്ലെയിൻ സാരികൾ നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കുന്നതിൽ പ്ലെയിൻ സാരി, ഇതെല്ലാം വില കുറവാണ് കേട്ടോ. ഓക്കെ, ഇത് എന്ത് കളറാണ്? ഇതൊരു ഗോൾഡൻ അല്ലേ? ഗോൾഡൻ ആയിട്ടുള്ള ബ്രൗണിഷ് ഗോൾഡൻ കളറാണ്. അതിന്റെ തന്നെ കളർ ചേഞ്ചുകളാണ് ഇതെല്ലാം. ഓക്കെ, ഇതെല്ലാം പ്ലെയിൻ സാരിയിൽ വരുന്നതാണ്. ഓ, ഇതെല്ലാം പ്ലെയിൻ സാരി മോഡൽസ് ആണല്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ സാരീസ് കസ്റ്റമൈസ് ചെയ്യുന്ന ബൊട്ടീക്സ് ഇല്ലേ, ബൊട്ടീക്സ് അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മോഡൽ സാരീസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്ലെയിൻ സാരിയിൽ വരുന്ന തന്നെയാണ് ഇത് ഇരിക്കുന്ന ഐറ്റം പ്ലെയിൻ സാരി. ഓ, ഈ മോഡൽസ് ഒക്കെ അല്ലേ? ഇത് കംപ്ലീറ്റും പ്ലെയിൻ സാരീസിന്റെ കളക്ഷൻ ആണ്. ഓക്കെ, ഗ്രീനിന്റെ മോഡൽ വരുന്നുണ്ട്. ഈ കാണുന്ന റെഡ് ആണ്, യെല്ലോ ഉണ്ട്, പിന്നെ അതുപോലെ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്ചർ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഇത് എന്ത് മെറ്റീരിയലാണ് നമുക്ക് വരുന്നത്? ഷിനോൺ മെറ്റീരിയൽ അല്ലേ? അപ്പോൾ വീട്ടിൽ ഇരുന്ന് എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാരീസ് ഡിസൈൻ ചെയ്യുന്ന ബൊട്ടീക്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് സാരമായിട്ടുള്ളൊരു വിലയിൽ ഇവിടെ നിന്നും ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സാരി ഡിസൈൻ ചെയ്ത് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വിചിത്രയില് പ്ലെയിൻ വിചിത്രയിലേ അതില് ചെറുതായി വരുന്ന ഡിസൈൻ വരുന്നതാണ്. വിചിത്ര സിൽക്ക് ഡിസൈൻ അല്ലേ? ചെറുതായിട്ട് വർക്ക് വരുന്ന രീതിയിലുള്ള. ഈ കാണുന്നതാണ് ആ ഒരു മോഡല്. ഇത് എംബ്രോയിഡറി വർക്ക് ആണല്ലേ വന്നിട്ടുള്ളത്? ത്രെഡ് വർക്കും വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വിചിത്ര സിൽക്സിന്റെ മോഡൽ നമുക്ക് വരുന്നത്. ഓക്കെ, അതിന്റെ റെഡ് ആണ്. ഓ, കളർ വേരിയേഷൻസ് ആണ് അല്ലേ? റെഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ വരുന്നത്. പിന്നെ അതുപോലെ ഗ്രീനിന്റെ മറ്റൊരു വേരിയേഷൻ. ഇതെല്ലാം കളർ വേരിയേഷൻസ് ആണ്. അപ്പൊ നമുക്ക് പ്ലെയിനിൽ തന്നെ ബ്ലൗസ് പീസും കൂടി വരുന്നത്, അത് പ്രിന്റഡ് ബ്ലൗസും കൂടി വരുന്നത് കേട്ടോ. ഇതിപ്പോ പ്ലെയിൻ സാരിയാണ് ഒരെണ്ണം ഞാൻ കാണിച്ചത്. ഓക്കെ, ബ്ലൗസ് പീസ് സാരിയുടെ ഒപ്പം അല്ല, സെപ്പറേറ്റ് ആയിട്ടാണല്ലോ ഈ ഒരു മോഡലിൽ വരുന്നത്. ഓക്കെ, പ്ലെയിൻ സാരി വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസും ആണ് വരുന്നത്. ഫ്ലോറൽ ഡിസൈനുള്ള ബ്ലൗസ് പീസ്. അതിന്റെ കളേഴ്സുകളാണ് ഇതെല്ലാം. ഉണ്ട് കളേഴ്സ്, കുറച്ച് കളേഴ്സ് നമ്മൾ അത്രയും എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതും ഈ പറയുന്ന പോലെ ബൊട്ടീക്സിനൊക്കെ ഡിസൈനേഴ്സിനൊക്കെ എംബ്രോയിഡറി ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന എടുക്കുന്ന ആൾക്കാർക്ക് പ്രിന്റഡ് ബ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, മിക്ക ആളുകൾ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ കാണുന്നതൊക്കെ ഒരു അജ്രക് പ്രിന്റിന്റെ ഒരു മോഡലായിട്ടുള്ള വരുന്ന ഒരു സംഭവമാണ്. ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രിന്റേഴ്സ് ആണ് വരുന്നത്. അതുപോലെ ഫ്ലോറലും എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാരീസ് ഇവിടെ അവൈലബിൾ ആണ്. ഷോപ്സ്, സ്കൂൾസ്, സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റാഫ്സിന് ഉടുക്കാൻ പറ്റിയ യൂണിഫോം സാരീസിന്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം പ്ലെയിൻ യൂണിഫോം സാരീസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? എങ്ങനെയാണ്, എന്ത് മെറ്റീരിയലാണ് നമുക്ക് വരുന്നത്?
ഇത് നമ്മളൊരു സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ കോട്ടന്റെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ്. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാനാണ്. ഇപ്പൊ ഇതിലൊക്കെ നമ്മൾ എത്ര പീസുകൾ വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് തരും. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഐറ്റം വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരാൻ പറ്റും. ഓക്കെ, ഈ കാണുന്നതാണ് അതിന്റെ മെറ്റീരിയൽ നമുക്ക് വരുന്നത്. ജസ്റ്റ് ഓഡിയൻസ് നമുക്കൊന്ന് വിരിച്ചൊന്ന് കാണിച്ചു കൊടുക്കാം. കേട്ടോ, ഇതാണ് മുന്താണിയുടെ ഒരു പോർഷൻ വരുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഓഫീസസിലൊക്കെ നമുക്ക് സ്റ്റാഫ്സിന്, ലേഡീസ് സ്റ്റാഫ്സിനൊക്കെ നിങ്ങൾക്ക് യൂണിഫോം കൊടുക്കാം, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഒരേ രീതിയിലുള്ള സാരീസിന്റെ യൂണിഫോം ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതുപോലത്തെ അതിന്റെ കളേഴ്സുകളായിരുന്നു. ഓക്കെ, എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന പോലെ ഇത് നല്ല പിങ്ക് ആയിട്ടുള്ള കളറാണ്. പിന്നെ ബ്രൗണിഷ് ഗോൾഡൻ ഉണ്ട്, ഗ്രീനിന്റെ വേരിയേഷൻസ് ഉണ്ട്, ഡാർക്ക് ബ്ലൂ വേരിയേഷൻസ് ഉണ്ട്. എല്ലാ തരം കളർ സ്പെക്ട്രത്തിലും നമുക്ക് ഇവിടെ യൂണിഫോം സാരീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓഫീസിലൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള യൂണിഫോം സാരീസ് മാത്രമല്ല, ഈ കാണുന്നതൊക്കെ ഡിസൈനർ യൂണിഫോം സാരീസാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മാരേജ്, വീട്ടിലൊരു മാരേജ് നടക്കുവാണെങ്കിൽ എല്ലാ ബന്ധുക്കളും ഒരേ രീതിയിലുള്ള യൂണിഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്ന മാരേജസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ എന്താ പറയുക, സിൽക്കിൽ തീർത്ത യൂണിഫോം സാരീസിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ കുടുംബശ്രീയൊക്കെ ഏതെങ്കിലും ഓണം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഇതിൽ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഇത് വരുന്ന മുന്താണിക്കുള്ള വ്യത്യാസം. ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളതല്ലേ. അതിലിപ്പോ നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ കൊടുക്കാം. ഒരേപോലത്തെ കൊടുക്കേണ്ട ആളുകൾക്ക് ആണെങ്കിൽ ഒരേപോലത്തെ കൊടുക്കാം. ഇരിക്കുന്നതിലെല്ലാം നമുക്ക് തരും. ഇതാണല്ലേ ബോഡി പാറ്റേൺ വരുന്നത്. ബോഡി ഇത് വരുന്നത് മുന്താണി വരുന്നത്. ഓക്കെ, ഇതാണ് മുന്താണിയുടെ പോർഷൻ നമുക്ക് വരുന്നത് കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈനാണ്. നമ്മുടെ കേരളത്തിൽ ഇത് നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ വാങ്ങിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഡിസൈനാണ്. പ്രത്യേകിച്ചും ചിങ്ങം വരുവാണ്, കല്യാണ സീസൺ വരുവാണ്, ഓണം വരുവാണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ ഷോപ്പിൽ ഇത് എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ കളർ വേരിയേഷൻസ് കണ്ടോ, ബ്യൂട്ടിഫുൾ കളർ വേരിയേഷൻസ് ആണ്. ബ്രൗൺ വരുന്നുണ്ട്, ഇനി ഗോൾഡനും ബ്ലൂവും വേണ്ട ആൾക്കാർക്ക് ഗോൾഡനും ബ്ലൂവും വരുന്നുണ്ട്. കണ്ടോ, ഇത് കോൺട്രാസ്റ്റ് ആണല്ലേ. വൗ, ബ്യൂട്ടിഫുൾ. എല്ലാതും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, കോൺട്രാസ്റ്റ് ആയിട്ടാണ് എല്ലാം. ഓക്കെ, ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ ഇതൊരു എന്താ പറയാ, ഒരു പീകോക്ക് ബ്ലൂ അല്ലേ, പീകോക്ക് ബ്ലൂ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്. പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ ഓക്കെ, പേസ്റ്റൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇത് ഈ പറയുന്ന പോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലോറൽ പിങ്ക് കളറും ഗ്രീനും കൂടി വരുന്ന കോമ്പിനേഷൻ ആണ്, പേസ്റ്റലാണ്. പിന്നെ ബ്ലൂ, പൊന്മാൻ നീലയുടെ കളർ വരുന്നുണ്ട്, ഗോൾഡൻ വരുന്നുണ്ട്, യെല്ലോന്റെ വേരിയേഷൻ വരുന്നുണ്ട്, പിങ്കിന്റെ വേരിയേഷൻ വരുന്നുണ്ട്. ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഓയിൽ സാരിയുടെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ, നല്ല അടിപൊളി ഡിസൈൻസ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചി, അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് ഓയിൽ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടണിൽ വരുന്നതാണ് ഇതായിട്ടുള്ള വരുന്നത്. പിന്നെ വയസ്സായിട്ടുള്ള അമ്മമാർക്കൊക്കെ വീട്ടിലൊക്കെ കൊടുക്കാനും, പിന്നെ എന്തെങ്കിലും ഓണത്തിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കില്ല വയസ്സായിട്ടുള്ളവർക്ക്. ഇങ്ങനത്തെ സാരികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉടുക്കുന്ന സാരികൾ, സ്ഥിരമായിട്ട് ഉടുക്കുന്ന അമ്മമാര് കൊടുക്കുന്ന സാരികളാണ്. എന്ത് വിലയിലാണ് ചേച്ചി ഇത് സ്റ്റാർട്ട് ചെയ്യണേ? ഇതൊരു 200 മുതലുള്ള വരുന്നുണ്ട്. 200 മുതൽ മുകളിലേക്കാണ്, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, നല്ല ഡിസൈൻസ് ആണ് കേട്ടോ. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഫ്ലോറൽ ആയിട്ടുള്ള നല്ല ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡുകളാണ് വരുന്നത്. ഇപ്പോൾ ഡെയിലി യൂസിൽ സാരിയൊക്കെ കൊടുത്തു പോകുന്ന ടീച്ചേഴ്സിനൊക്കെ അധികം ഈ പറഞ്ഞ പോലെ അട്രാക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള സാരീസൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷോപ്പിൽ വാങ്ങിച്ചു വെച്ചാലും എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള മോഡൽസുമാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഡാർക്കും ഉണ്ടല്ലേ? ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. ടീച്ചേഴ്സൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു മോഡൽസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വെറും 200 റുപ്പീസ് അബവ് ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ചും വരുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് 365 ദിവസവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫാൻസി സാരീസിന്റെ കളക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വിത്ത് ഇൻക്ലൂഡിങ് ബ്ലൗസ് പീസ് ആണ് ഈ ഒരു സാരി വരുന്നത്. നല്ല അടിപൊളി മോഡലാണ്. നോക്കി എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻ കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇത് ഫാൻസി സാരിയുടെ ഇതിലാണ്. ഇത് വളരെ വിലക്കുറവാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അധികം വിലയൊന്നുമില്ല. ഇതിന്റെ ബ്ലൗസ് പീസ് ഏത് പോർഷനിലാണ് നമുക്ക് വരുന്നത്? ഓക്കെ ഓക്കെ, ഡാർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണല്ലേ. ഓ, ഇത് സെപ്പറേറ്റ് ആണോ അല്ലെങ്കിൽ അലോങ് വിത്ത് സാരിയാണോ? ഓ, അലോങ് വിത്ത് സാരിയാണോ വരുന്നത്? ഓക്കെ, ഇത് ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ കളർ വേരിയേഷൻ. ഇതും ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓ, ഇതിൽ ബോഡിയിൽ നമുക്ക് പാറ്റേൺസ് നമുക്ക് വരുന്നുണ്ടല്ലേ? ഓക്കെ,
അതുപോലെ തന്നെയാണ് ഇതെല്ലാം ഫാൻസി ടൈപ്പ് സാരികളാണ്. കുഞ്ചലം വർക്കൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. സാരിയുടെ ഒരു മുന്താണി പോർഷനിലാണ് അല്ലേ ആ ഒരു കുഞ്ചലത്തിന്റെ വർക്ക് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. റേറ്റ് കുറവാണ്, വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ചന്തേരി മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റം ആണ്. ചന്തേരി കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഡെയിലി വെയർ സാരിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരുപാട് കളർ വേരിയേഷൻസും പാറ്റേൺസും ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചേച്ചി? ഇത് നമ്മൾ തന്നെ ഡെയിലി നമുക്ക് ഉടുത്ത് പോകുന്ന ആളുകൾക്ക് കൊടുക്കാം. കണ്ടില്ലേ, നല്ല രസമുള്ള കളറാണ് അല്ലേ. ഗ്രീനിൽ ഗോൾഡൻ വന്നിട്ടുള്ള ഒരു കോപ്പർ കളർ സിൽക്കിന്റെ ഒരു ഇൻസേർട്ടൊക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ബോഡി പാറ്റേൺ വരുമ്പോൾ ചെക്ക് ഡിസൈൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ആ ഗ്രീൻ ആണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതാണ് മുന്താണി. മുന്താണിക്ക് ഗോൾഡൻ വർക്ക് വരുന്നത്. ഓക്കെ, ഇത് അതിന്റെ കളേഴ്സുകളായിരുന്നു. ഇതെല്ലാം അതിന്റെ കളേഴ്സുകളാണ്. ഓക്കെ, ലൈറ്റ് ആയിട്ടുള്ള ഒരു ചന്ദന കളർ വരുന്നുണ്ട്. അതുപോലെ ഗ്രീനിന്റെ വേരിയേഷൻ വരുന്നത് ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, പിന്നെ ഓറഞ്ച് വരുന്നുണ്ട്. നമ്മുടെ ഭവാനി ടെക്സ്റ്റൈൽസിൽ വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ ഒരു ഷോപ്പിന്റെ ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ. ഹായ് ഉമ്മ. വില നന്നായിട്ട് റേറ്റ് കുറവൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഇതുകളൊക്കെ ഉണ്ട് ഇവിടെ, കുഴപ്പമില്ല. ഓക്കെ. അതിന് മുന്നേ പേരെന്താണ്? എൻ്റെ പേര് സൗജത്ത്. ഓക്കെ, എവിടെന്നാ വരുന്നത്? ഞങ്ങൾ ആലുവ. ആലുവ ഷോപ്പ് ഉണ്ടോ? ഇല്ല. സെയിൽ ചെയ്യുന്നത് എങ്ങനെ? വീട്ടിൽ വെച്ച് സെയിൽ ചെയ്യോ? ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഇപ്പൊ ആദ്യം നൈറ്റിയാണ് തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ ചുരിദാറിന്റെ ടോപ്പ് ഒക്കെ നോക്കാന്ന് ഓർത്ത് വന്നതാ. എങ്ങനെയുണ്ട് ചുരിദാറിന്റെ ടോപ്പ് കളക്ഷനും വിലയും കാര്യങ്ങളൊക്കെ? അത്യാവശ്യം നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയൊരു നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു സെമി ടെസറിന്റെ ഒന്ന് കാണാം. അതിന്റെ കളേഴ്സുകളൊക്കെ ഒന്ന് കാണാം. സെമി ടെസർ മോഡലാണല്ലേ? ഇതും എനിക്ക് തോന്നുന്നു നോർമലായിട്ട് ഡേ ടു ഡേ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. കൊടുക്കാം. അങ്ങനെ നമ്മുടെ വല്ലവർക്കും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. കണ്ടില്ലേ, ഇതിനൊക്കെ നല്ല കളേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് മുന്താണി പോർഷൻ വരുന്നത് അല്ലേ? ബോഡി പാറ്റേൺ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓഡിയൻസിനെ കാണിച്ചാലോ? വാവ്. ഓക്കെ, ഇത് മുന്താണി പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുവാണ്. നല്ല കളറും. അതെ, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മോഡലാണെന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഇത് നമുക്ക് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് അതിന്റെ മുന്താണി പോർഷൻ വരുന്നത് അല്ലേ? ബോഡി പാറ്റേൺ ഈ ഒരു കളറാണ് നമുക്ക് വരുന്നത്. അതുപോലെ അതിന്റെ റെയർ ആയിട്ടുള്ള കളേഴ്സ് അല്ലേ? അതെ, റെയർ ആയിട്ടുള്ള കളേഴ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സാണ്. അധികം കണ്ണിന് കുത്തലുണ്ടാക്കുന്ന കളേഴ്സ് അല്ല. കണ്ടോ, ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ഡിസൈനാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി പോർഷൻ വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ബോഡി പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഒരു സാരിയുടെ വരുന്നത് കേട്ടോ. അതായത് അധികം അങ്ങനെ എന്താ പറയുക ഡാർക്ക് ആയിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല വരുന്നത്. എല്ലാവർക്കും ഡെയിലി വെയർ ആയിട്ട് ഏത് ഫംഗ്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചർച്ചിലൊക്കെ പോകുന്ന അമ്മമാർ അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീകൾക്കൊക്കെ വളരെ എന്താ പറയുക എലഗൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഏത് കാലത്തും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതൊക്കെയാണ് കോട്ടൺ സാരീസിൻ്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആൻഡ് കളേഴ്സ്. ചെക്കുണ്ട്, അതുപോലെ പ്ലെയിൻ ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേണിൽ വരുന്ന ഐറ്റംസ് ഉണ്ട്. A to Z മോഡൽസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്ട്രൈപ്പ് അല്ലേ? സ്ട്രൈപ്പ് ആവുന്ന മോഡൽസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് നമുക്ക് ബംഗാൾ കോട്ടൺ ഇല്ലേ? ബംഗാൾ കോട്ടൺ അതിന്റെ ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ, ബംഗാൾ കോട്ടൺ ആ ഒരു ഇതിൽ വരുന്നതാണ്. ഇതൊക്കെ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കളക്ഷൻ ഉണ്ട് കേട്ടോ. കാണിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇട്ടുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട് ഇരിക്കുന്നത്. നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് ഇട്ടുന്നേ ഉള്ളൂ. ചെക്കിൽ വരുന്നതുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ബോഡി പാറ്റേൺ വരുന്നത് ഉള്ളതുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരെണ്ണം നമുക്ക് ഓഡിയൻസിന് മുമ്പിലേക്ക് കാണിക്കാം. വാവ്, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ കേരളത്തിൽ നിത്യഹരിതമായിട്ടുള്ള സാരീസാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാരീസാണെന്ന് പറയാൻ സാധിക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓക്കെ, മൊത്തത്തിൽ ഒരൊറ്റ കളർ ടോണിൽ വരുന്ന ഐറ്റം ആണല്ലേ? ഇത് കോൺട്രാസ്റ്റ് വരുന്ന മോഡലാണ്. ഹാഷും ബ്രൗണും കൂടി വരുന്നതാണ്. പിന്നെ ഇത് ഒരു തരം പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഐറ്റമാണ്, ഡാർക്ക് ആൻഡ് ലൈറ്റ്. പിന്നെ നമുക്ക് ആ സ്ട്രൈപ്പ്ഡ് മോഡൽ ഒന്ന് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാം. ഇതാണ് ആ സ്ട്രൈപ്പ് വരുന്നത് കേട്ടോ. സിൽവർ പോർഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലേ? ഓക്കെ, വൈലറ്റിൽ വന്നിട്ടുള്ള മോഡലാണ്. പിന്നെ പേസ്റ്റൽ കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ചന്ദന കളറിന്റെ ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ താഴെക്കാരൻ നമ്പറിൽ ജസ്റ്റ് വിളിച്ചാൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ കായംകുളത്തുള്ള നമ്മുടെ ഏറ്റവും ചെറിയൊരു സബ്സ്ക്രൈബറും അമ്മയും കൂടി ഈ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ ഭവാനി ടെക്സ്റ്റൈൽസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പുണ്ടോ?
ഷോപ്പില്ല, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ ഇവരുണ്ടല്ലോ, ഇവൻ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ ആണ്, നമ്മുടെ സൗണ്ട് വീഡിയോസ് ഒക്കെ ഒരുപാട് കാണുന്ന ആളാണെന്ന് പറഞ്ഞത്. പേരെന്താണ്? അഭിനയ സന്തോഷ്. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ പേരെന്താണ്? ശാലിനി. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആണോ ബിസിനസ് അല്ലെങ്കിൽ ഷോപ്പ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ചെറുതായിട്ടല്ല ഒന്ന് ഓക്കെ, തുടങ്ങി വരുവാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു ഷോപ്പിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ? ഉണ്ട്. ആണല്ലേ, എന്തൊക്കെയാ പർച്ചേസ് ചെയ്തത്? എല്ലാം ചെയ്ത്, എല്ലാം എടുത്തു. സാരീസ് എടുത്ത്, കുർത്തീസ് എടുത്ത്, കുറേശ്ശെ എല്ലാം എടുത്ത്. ആണല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ഐറ്റം ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതും വേറെ ലെവൽ ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചേച്ചി ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് നമ്മളൊരു സെമി ടെസറിന്റെ സിൽക്കില്ലേ, സിൽക്ക് അതിന്റെ ഒരു വേരിയേഷൻ ആണ് അല്ലേ? ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഗ്രീനിന്റെ നല്ല അടിപൊളി ഐറ്റമാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഡെയിലി വെയർ ആയിട്ട് സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലും സാരിയാണെന്ന് പറയാൻ സാധിക്കും. വെയ്റ്റ്ലെസ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. നിങ്ങളിത് വീട്ടിൽ വെച്ചൊക്കെ കച്ചവടം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സാരി നമുക്ക് ധാരാളം നമുക്ക് മതിയാവും. ഇവിടെ കുഞ്ചലം വർക്കും കാര്യങ്ങളൊക്കെ മുന്താണിയിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഓ കളർ ചാർട്ടാണ് ഈ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഡാർക്കിൽ ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ റോസ് കളർ വരുന്നുണ്ട്, പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ അല്ലേ, ഗ്രീനിഷ് യെല്ലോ കളറാണ്. പിന്നെ അതുപോലെ തന്നെ പീകോക്ക് ബ്ലൂ വരുന്നുണ്ട്, ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റോസ് വരുന്നുണ്ട്, പിന്നെ ഇതൊരു ഗോൾഡൻ അല്ലേ, പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ് അല്ലേ? ഇതൊക്കെ ഡെയിലി എല്ലാവരും നമുക്ക് കൂടുതലും കേരളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതാണല്ലേ ബോഡി പാറ്റേൺ വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ തൊങ്ങലുണ്ടാവും അല്ലേ, കംപ്ലീറ്റ് ആയിട്ടും. മുന്താണി പോർഷൻ ഏതാണ്? മുന്താണിയാണ് ഇത് വരുന്നത്. ഓക്കെ, ബോഡി വരുന്നതാണ് ഇത്. ഓ, ഇതാണ് ബോഡി പാറ്റേൺ വരുന്നത്. പ്രിന്റിൽ വരുന്നത് ബാത്തിക് ഡിസൈൻ. ഓക്കെ, ബാത്തിക് ഡിസൈൻ പ്രിന്റ് ആണ് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന. അജ്രക്ക് പോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, ഇന്ത്യയിൽ കംപ്ലീറ്റ് ഉള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ട്രെൻഡിങ് ഡിസൈൻ ആണ്. ഓക്കെ, ഓ ബ്ലാക്കിൽ ഇതേ സിൽവർ ജെറി ഇൻസേർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലാക്കിൽ സിൽവർ ജെറി ഇൻസേർട്ട് വന്നപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ സ്റ്റാൻഡേർഡ് ഈ ഒരു സാരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ബാത്തിക് പ്രിന്റിങ്ങും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു എടുപ്പ് നമുക്ക് കാണുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എല്ലാവർക്കും കാത്തിരുന്ന ഒരു സെക്ഷനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഷോപ്പിലെ പട്ട് സാരികളുടെ കളക്ഷനാണ് ഇനി നമ്മൾ ഫീച്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭവാനി ടെക്സ്റ്റൈൽസിലുള്ള പട്ട് സാരീസ് എല്ലാം നമ്മളിവിടെ ഡിസ്പ്ലേ എല്ലാം ചെയ്തിട്ടില്ല. അതിൻ്റെ ഓരോ വേരിയേഷൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ ചേച്ചി? ഇത് ഈ പറയുന്ന പോലെ നമുക്ക് കോപ്പർ ജെറിയിൽ വന്നിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ബോഡി പാറ്റേൺ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു രീതിയിലുള്ള ബോഡി പാറ്റേൺ ആണ്. ഇത് മുന്താണിയാണ് അല്ലേ, കോൺട്രാസ്റ്റിൽ വന്നിട്ടുള്ള പട്ട് സാരി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിലേക്കും അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ബൾക്ക് പർച്ചേസസിനും ഒക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അല്ലേ? ഈ കാണുന്ന എല്ലാം അതിൻ്റെ കളർ വേരിയേഷൻസ് ആണ്. ഇതും ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഓഡിയൻസിന് ഒന്ന് കാണിച്ചു കൊടുക്കാം. കണ്ടോ, ഈ കാണുന്ന സാരിയൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ. ഇത് എന്ത് കളറാണ് ചേച്ചി വരുന്നത്? ഡാർക്ക് പീച്ച്. ഓ, ഡാർക്ക് പീച്ച് അല്ലേ. ഡാർക്ക് പീച്ചിൽ ഗോൾഡൻ ചെറിയ വരുന്നത്. പിന്നെ അതുപോലെ ബോഡി പാറ്റേൺ ആണെങ്കിലും ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ സിൽക്കിൻ്റെ ഇൻസേർട്സ് ഇല്ല. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് വരുന്ന ഒരു ബോഡി പാറ്റേൺ ആണ് നമുക്ക് വരുന്നത്. ഓ, സിൽവർ ആണല്ലേ. അതെ അതെ, ഓക്കെ. ഇത് ഗിഫ്റ്റ് സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് സാരി ആയിട്ട് കൊടുക്കാനും ഈ ഒരു സാരി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സിൽവറും ഈ കോൺട്രാസ്റ്റ് ആണ്. ഇത് എന്ത് കളറാണ് നമുക്ക് വരുന്നത്? ഓ, മജന്ത വിത്ത് സിൽവർ അല്ലേ? ഓക്കെ, ഓക്കെ, കളർ വേരിയേഷൻസ് ഉണ്ട് അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്ക് സാരി കേട്ടോ. ഇതെല്ലാം ആ ഒരു ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇതെല്ലാം പ്ലെയിനിൽ വരുന്നതാണ്. ഇത് എന്തൊക്കെ കളേഴ്സ് ആണ് നമുക്ക് വരുന്നത്? ജസ്റ്റ് ഓഡിയൻസിന് പറഞ്ഞു കൊടുത്താലോ? ഇത് റെഡ് വരുന്നത്, യെല്ലോ വരുന്നത്, മെറൂൺ, ഗ്രീൻ, പർപ്പിൾ, ഗ്രീൻ, രാമ ഗ്രീൻ. ഓക്കെ, വാവ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. മെറ്റീരിയലാണ്, നല്ല സാരിയാണ്. ഓക്കെ, ഇതൊക്കെ ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും മാരേജ് ഫംഗ്ഷൻസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗിഫ്റ്റ് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. മാരേജിന്റെ സെക്കൻഡ് സാരി ആയിട്ട് പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ്. അപ്പോൾ ഇത്രയും സാരീസ് മാത്രമല്ല, ഇത് നമ്മുടെ ഇപ്പോൾ ഒരു സമയപരിമിതി മൂലം നമ്മൾ ഇത്രയും എടുത്ത് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ അല്ലെ. ഇതിലധികം ആയിരക്കണക്കിന് പട്ടുസാരികളുടെ കളക്ഷൻ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ സോഫ്റ്റ് സിൽക്ക് സാരികളുടെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചി, അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് സിൽക്കിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ സോഫ്റ്റ് സിൽക്കില് ഇത് ബോർഡറില് സോഫ്റ്റ് സിൽക്ക് ഉണ്ട്, ബോർഡർ ഇല്ലാത്തതിലുണ്ട്. ഓ, രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ? ഓ, ബോർഡർ ഉള്ളതും ഉണ്ട്, ബോർഡർ ഇല്ലാത്തതും ഉണ്ട്. ഈ ടൈപ്പില് ബോർഡർ ഇല്ലാത്തത് വരുന്നത്. ഓക്കെ, ഇത് ടൈപ്പില് ബോർഡർ ഉള്ളത്. അതാണ് വ്യത്യാസം അല്ലേ? ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ആ, അപ്പൊ ഈ കാണുന്നത് ഗോൾഡൻ ചെറി ആണല്ലേ ഇതിൽ വന്നിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു. ഇതാണ് അതിന്റെ ബോഡി പാറ്റേൺ വന്നിട്ടുള്ളത്.
കണ്ടോ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ബോഡി പാറ്റേൺ ആണ്. ഗോൾഡൻ ചെറി ആണെങ്കിലും അത് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഗോൾഡൻ ചെറി അല്ല. കളേഴ്സ് ഓ, ഈ പാറ്റേണിൽ വരുന്ന മറ്റൊരു കളറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. മുന്താണിയിൽ കുഞ്ചലം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്ന പോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡലാണ്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എടുത്ത് നോക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ തന്നെ പല കളർ വേരിയേഷൻസ് ഉണ്ടല്ലേ, ഓരോ പാറ്റേണിൻ്റെയും ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ആ, പിന്നെ ഇതെല്ലാം അതിൻ്റെ കോമൺ ആയിട്ടുള്ള കളർ വേരിയേഷൻസ് ആണ്. ഇത് ഓറഞ്ച് ആണ്, ഇത് പേസ്റ്റൽ ആണല്ലേ. ഓക്കെ, ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ആൻഡ് ഡസ്റ്റി ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇത് റോസ് ആണ്. ഓക്കെ, ഇത് കോൺട്രാസ്റ്റ് ടൈപ്പ് ആണോ? പേസ്റ്റൽ വന്നത് കോൺട്രാസ്റ്റ് ടൈപ്പ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ സോഫ്റ്റ് സിൽക്ക് സാരിയുടെയും ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ജോർജറ്റ് സാരീസിൻ്റെ കളക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ 1-2 മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോർജറ്റ് സാരീസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിങ്ങം വരുവാണ്, ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടീസിന്, കല്യാണ പാർട്ടീസിന്, എൻഗേജ്മെൻറ്റ് പാർട്ടീസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന മോഡൽസ്. അതുപോലെ തന്നെ ഇപ്പോൾ സെലിബ്രേഷൻസ് ഒക്കെ ഒരുപാട് വരുവാണ്. അപ്പോൾ സെലിബ്രേഷൻസിനും നമുക്ക് ഈ പറഞ്ഞ പോലെ ജോർജറ്റ് സാരീസ് അടിപൊളിയായിട്ട് നമുക്ക് തിളങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ കച്ചവടം നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മൂവ്മെൻറ്റ് ലഭിക്കും. ഓൺലൈനിലും നല്ല രീതിയിൽ വിൽപ്പന അല്ലേ, ഓൺലൈനിലും വിൽപ്പന നടക്കാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് നമുക്ക് ജോർജറ്റ് സാരീസ്. അപ്പോൾ എങ്ങനെയുണ്ട് ജോർജറ്റ് ഇത് വരുന്നത്? ഇത് നെറ്റിന്റെ ആണ് ബ്ലൗസ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നെയുള്ളതിലാണെങ്കിൽ അങ്ങനെയും തയ്ക്കാം. കളേഴ്സ് ഒത്തിരി ഉണ്ട്. ഇത് ഒനിയൻ പിങ്ക് ആണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ ഒരു ഡാർക്ക് പീച്ച് കളറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വർക്ക് ഒന്ന് തുറന്ന ഓഡിയൻസിനെ കാണിച്ചാലോ? അതെ, ഓക്കെ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ബോഡിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് കേട്ടോ. അതെ അതെ, എംബ്രോയിഡറി വിത്ത് സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല അട്രാക്ഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എക്സ്ട്രാ നമ്മളൊന്നും ചെയ്യേണ്ട. പാർട്ടീസിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തിളങ്ങാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സാരിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല പ്രൈസ് ഉള്ള സാരിയാണത്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അധികം വിലയില്ല അല്ലേ ചേച്ചി? അതാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത. അധികം വിലയില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞ് പർച്ചേസ് ചെയ്യാം. അതെ അതെ, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അഫോർഡബിൾ പ്രൈസ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഫാൻസി സാരീസിന്റെ പല വിധത്തിലുള്ള വകഭേദം നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഫാൻസി സാരിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അത് ഫാൻസി ഇതിൽ വരുന്നത് വിചിത്രയിൽ തന്നെയാണ് വരുന്നത്. ഇത്രയും നല്ല ഹെവി വർക്കിൽ വരുന്നതാണ്. ഓക്കെ, ഇതും പാർട്ടി വെയർ സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിങ്ങം വരുവാണ്, ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ നമുക്ക് ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കച്ചവടം നടക്കാൻ സാധ്യതയുള്ള സാരിയാണ്. നല്ല അടിപൊളി എംബ്രോയിഡറി വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഇതാ ഒരു താഴെ പോർഷനിലാണല്ലേ, 2 എൻഡ് പോർഷനിലുമാണ് വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഹെവി വർക്കിലാണല്ലോ വരുന്നത്. ഇത് തന്നെ കളർ വേരിയേഷൻസ് ആണ്. അതായത് പൊന്മാനീല കളർ, അതുപോലെ ബ്രൗൺ കളറിലും ഒക്കെ നമുക്ക് പല ഡിസൈനിലും പാറ്റേണിലും നമുക്ക് സാരീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുബേര സിൽക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കുബേര സിൽക്ക് മോഡലുള്ള സാരി അല്ലേ. അപ്പോൾ ഈ കാണുന്നതും കുബേര സിൽക്കാണ്. ഇതും ഒരു ഫെസ്റ്റീവ് സാരിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ അല്ല, ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേര് കേട്ട ഒരു മോഡലാണ് കുബേര സിൽക്ക്. അപ്പോൾ അതിൻ്റെ പല വിധത്തിലുള്ള വേരിയേഷൻ നമുക്ക് അവൈലബിൾ ആണ്. കുബേര സിൽക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇപ്പോൾ ബോഡി പാറ്റേൺ ആണെങ്കിലും മുന്താണി ആണെങ്കിലും അല്ലേ, നല്ല റിച്ച് ആയിട്ടുള്ള ഡിസൈൻസാണ് വരുന്നത്. ഇതിന്റെ മുന്താണി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്താലോ? വെഡിങ് സെക്കൻഡ് സാരി ആയിട്ട്, വെഡിങ് ഗിഫ്റ്റ് സാരി ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് അവൈലബിൾ ആണോ നമുക്കിവിടെ? കുബേരയുടെ പേസ്റ്റലിലും വരും അല്ലേ കുബേര സിൽക്ക്. നല്ല അടിപൊളി ഒരു സാരിയാണ് കേട്ടോ. ട്രഡീഷണൽ ഇന്ത്യൻ സാരി എന്ന് പറയാൻ സാധിക്കും. ആക്ച്വലി ഒരു കാഞ്ചീപുരത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മോഡലാണ് ഫ്രണ്ട്സ്. അപ്പോൾ കോട്ടൺ സാരിയുടെ വെറൈറ്റീസ് ഇനിയും തീർന്നിട്ടില്ല. ഈ കാണുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആണ്. ഇത്രയും കളക്ഷനൊന്നും എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ഒരു ഷോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. A to Z കോട്ടൺ സാരീസ്, അതായത് ഇന്ത്യയിൽ ഇന്ന് ലോഞ്ച് ചെയ്യപ്പെടുന്ന ഏത് മോഡലുണ്ടോ ആ മോഡൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ എത്തും കേട്ടോ. അതാണ് നമ്മുടെ ഭവാനി ടെക്സ്റ്റൈൽസിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഇത് നോക്കിക്കേ, ഇത് മറ്റൊരു ഡിസൈനിലുള്ള ഒരു കോട്ടൺ സാരിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ കോട്ടൺ സാരിയുടെ മറ്റൊരു വകഭേദമാണ്, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണെന്ന് പറയാൻ സാധിക്കും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കുഞ്ചലം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡി പാറ്റേൺ ഇതാണ്. അതുപോലെ ഇതിൽ കുറച്ച് എംബ്രോയിഡറി ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ മറ്റൊരു വേരിയേഷനാണ് ഈ കാണുന്ന കളർ വേരിയേഷനാണ്. വിത്ത് എംബ്രോയിഡറി വർക്ക് വരുന്ന മോഡലാണെന്ന് പറയാൻ സാധിക്കും. അതുകൂടാതെ ഇതുമൊക്കെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ സാരീസാണ്. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള, ഈവൻ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും ഉടുത്തു പോകാൻ സാധിക്കുന്ന എലഗൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ്. അതിൽ കണ്ടോ ഇത്രയും ബ്രോഡർ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കുകളും അതുപോലെ തന്നെ ആ ഒരു ബോട്ടം പോർഷനിലൊക്കെ ഇങ്ങനെയുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം വിത്ത് ബ്ലൗസ് മോഡൽസ് ആണ്.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചിങ്ങമാസത്തിനും അല്ലെങ്കിൽ ഓണം വരുവാണ്, ചിങ്ങമാസം വരുവാണ്, അപ്പോൾ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വസ്ത്രമാണ് പട്ടുപാവാടകൾ. അപ്പോൾ അതിന് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ചേച്ചി, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ, അതായത് 16 മുതൽ 34 വരെയുള്ള ഇതുണ്ട്. 16, 18, 20, 22, 24, 26 അങ്ങനെയാണ് സൈസുകൾ അതിൻ്റെ. അതിൽ അങ്ങനെ നമുക്ക് 34, 40, 38, 40 വരെ വരുന്നുണ്ട്. 40 വരെ നമുക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ സൈസാണിത്. 248 രൂപ മുതൽ നമുക്ക് വരുന്നുണ്ട്. 248 രൂപ മുതലാണ് നമ്മുടെ പട്ടുപാവാട ബ്ലൗസ് സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡിമെയ്ഡ് സെറ്റുകളാണ് അല്ലേ? ഇതിന്റെ കളർ വേരിയേഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഫുൾ ടിഷ്യൂ ഐറ്റം ആണ്, ഗോൾഡൻ ഫുൾ ടിഷ്യൂ, പിന്നെ കോപ്പറിൽ വന്നിട്ടുള്ള കോപ്പർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഈ ഒരു ഓണത്തിന് സത്യത്തിൽ നല്ല രീതിയിൽ തകർത്ത് കച്ചവടം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് പട്ടുപാവാടയും ബ്ലൗസും. തീർച്ചയായിട്ടും കേരള സ്റ്റൈലുള്ള ഒരു വസ്ത്രമാണ്. ഒരുപാട് വെറൈറ്റികളുണ്ട്. ലൈൻസ് വരുന്നത്, ചെക്ക് വരുന്നത്, ഗ്രീനും കോടി കളറിലും വന്നിട്ടുള്ള ഐറ്റമാണ്. കണ്ടോ, പ്ലെയിൻ വരുന്നത്, പ്ലെയിൻ ഐറ്റം അല്ലേ? റോസ് ഗോൾഡ് ഇല്ലേ, റോസ് ഗോൾഡ്. അതിൽ വരുന്നത്. റോസ് ഗോൾഡിലും പട്ടുപാവാടയും ബ്ലൗസും വരുന്നുണ്ടല്ലേ? കൊള്ളാട്ടോ. ഫുൾ റോസ് ഗോൾഡിൽ കോടി കളറായിട്ട് വന്നിട്ടുള്ള ഐറ്റമാണ്. പിന്നെ പ്രിന്റ് ഇത് വരുന്നത് ചെക്ക് പാവാട. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് വർക്കില്, ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഗ്ലാസ് വർക്ക്, എംബ്രോയിഡറി വർക്കുള്ള ഐറ്റമാണ്. 16 മുതൽ 40 വരെയുള്ള സൈസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെ അത് കുട്ടികൾക്കുള്ള കുഞ്ഞു കെട്ടുടുപ്പുകൾ അല്ലേ? കെട്ടുടുപ്പല്ല, ഇങ്ങനെ കുഞ്ഞുടുപ്പ്. കുഞ്ഞുടുപ്പും ഇതും ഓണം സ്റ്റൈല് കുഞ്ഞുടുപ്പാണ്. ഇത് ടിഷ്യൂല് ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. അതിൽ വരുന്നത് ഇതെല്ലാം നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റമാണ്. ഓക്കെ, നല്ല ഇതിൽ വരുന്നത് നെക്ക് വർക്കൊക്കെ വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെ നെക്ക് വർക്ക് വരുന്ന ഐറ്റംസ് ആണ്. ഇറക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240 രൂപ മുതൽ നമ്മുടെ പട്ടുപാവാടയും ബ്ലൗസിന്റെയും പ്രൈസസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് ആൺകുട്ടികളുടെ ഉണ്ട്, ചെറിയ കുട്ടികളുടെ കോടിമുണ്ടും ഷർട്ടും. ഓക്കെ, ഈ ഓണത്തിനും ഈ പറഞ്ഞ പോലെ കല്യാണ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഐറ്റമാണ്. ചിങ്ങത്തിലുള്ള കല്യാണത്തിന്, അതെ അതെ, ഓണത്തിനും അടിപൊളിയായിട്ട് ഇടാൻ പറ്റും കേട്ടോ. നല്ല സോളിഡ് കളറുള്ള ഷർട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി കോടിമുണ്ടുമാണ് നമുക്ക് വന്നിട്ടുള്ള. ഷർട്ടിന്റെ കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് അല്ലേ? ഓ, നോക്കൂ ഫ്രണ്ട്സ്, അപ്പോൾ ഷർട്ടിന് റെഡ് കളർ ഓണത്തിന് പറ്റുന്ന കളറാണ് കേട്ടോ. റെഡ് ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ട് അല്ലേ? റോയൽ ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ ഇത്രയും കളർ വേരിയേഷനിൽ ആൺകുട്ടികളുടെ ഷർട്ടും മുണ്ടും ആണല്ലേ? ഓക്കെ, നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഈ സാധനമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കച്ചവടം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പട്ടുപാവാടയും അതുപോലെ തന്നെ കോടിമുണ്ടും ഒക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ വേറെ ഒരു കടയിലും പോകണ്ട. A to Z ഐറ്റംസ് വാങ്ങാനും നമ്മുടെ ഈ ഒരു ഭവാനിയിൽ നമ്മൾ വന്നാൽ മാത്രം മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് നമുക്ക് ബോക്സിൽ വരുന്ന ബോക്സ് ഷർട്ടുകളാണ് കേട്ടോ. കാരണം നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ഓണത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സ് ഷർട്ടുകളാണ്. അതിന്റെ പല പല ഡിസൈൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് ബ്ലൂ ആണ്, ഇത് ബ്ലാക്ക് ആണ്, ഇത് ബ്ലാക്കിൽ തന്നെ വരുന്ന മറ്റൊരു ഡിസൈനാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ബോക്സ് ഷർട്ടുകളുടെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ അവൈലബിൾ ആണ്. ഇതൊക്കെ മുണ്ടിൻ്റെ കൂടെ ഉടുക്കാൻ പറ്റിയ ഷർട്ടുകളാണ്. ഇതും ബോക്സ് ഷർട്ട്സ് ആണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഷർട്ട്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പല പല പ്രിന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓരോ ഷർട്ടിനും ഓരോ പ്രിന്റ് ആണ്. ഈ ഒരു ഷർട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രിന്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് വേറെ ഒരു തെങ്ങിൻ്റെ ഒക്കെ ഒരു പടം വരുന്നതാണ്. അപ്പോൾ ഇതും ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഷർട്ടുകളും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാഷ്വൽ ഷർട്ടുകളാണ്. കാഷ്വൽ ഷർട്ടുകൾ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ടുള്ള പാക്കറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഈ കാണുന്ന എല്ലാം കാഷ്വൽ ഷർട്ട്സിൻ്റെ കളക്ഷനാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നത് കാക്കി ഷർട്ടാണ്. അതായത് കാക്കി ഷർട്ടുകളുടെയും ഒരുപാട് കളക്ഷൻ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതും നല്ല ബിസിനസ് ഉള്ള ഐറ്റമാണ്. അതായത് ഓട്ടോ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ നോർമൽ ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെയധികം മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റമാണ് കാക്കി ഷർട്ട്. കാക്കി ഷർട്ടിൻ്റെ പല മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് 5 സ്ലീവ് ഷർട്ടാണ്. 5 സ്ലീവ് ഷർട്ട്സിൻ്റെയും പല വെറൈറ്റീസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം 5 സ്ലീവ്സിൻ്റെ ഒരു പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആണ്. പിന്നെ അത് കൂടാതെ റയോൺ ഷർട്ടുകൾ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കണ്ടോ, നല്ല സ്റ്റാൻഡേർഡുള്ള പകുതി ഹാഫ് സ്ലീവ് ഉള്ള റയോൺ ഷർട്ടുകളാണ് ഈ കാണുന്നത്. അതുപോലെ ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് 5 സ്ലീവിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന 5 സ്ലീവ് ഷർട്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ്. വെള്ള ഷർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വൈറ്റ് ഷർട്ട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ അച്ഛന്മാർക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അച്ഛന്മാർക്ക് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വെള്ള ഷർട്ട്സിൻ്റെയും കളക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് വൈറ്റ് ഷർട്ട്സ്.
പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാക്കി ബനിയനുണ്ട്. അതായത് കാക്കി ബനിയനൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെയും കളക്ഷൻ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നത് കാക്കി ബനിയനാണ് കേട്ടോ. അതിൻ്റെ പല സൈസസ്, എല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഇത് കംപ്ലീറ്റും കാക്കി ബനിയൻ്റെ ആ ഒരു സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജാക്കറ്റ്സ് ആണ്. ജാക്കറ്റ്സിൻ്റെയും കളക്ഷൻ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാനതൊന്ന് പൊട്ടിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കിഡിലൻ ജാക്കറ്റ്, നൈക്കിൻ്റെ ജാക്കറ്റ്, നല്ല സൂപ്പർ ജാക്കറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു ഒലിവ് ഗ്രീൻ കളർ ജാക്കറ്റാണ്. അത് കൂടാതെ ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രേ കളറുണ്ട്. അങ്ങനെ നല്ല കിഡിലൻ, നോക്കിക്കേ, ഈ ടൈപ്പ് ഓഫ് ജാക്കറ്റ്സും നമുക്ക് നമ്മുടെ ഈ ഒരു ഭവാനി ടെക്സ്റ്റൈൽസിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റും ടീഷർട്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം നിങ്ങളെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്സിൻ്റെ കളക്ഷൻസ് ആണ്. ഒരുപാട് മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കണ്ടോ, പല പല കളർ വേരിയേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന മറ്റൊരു മോഡലാണ്. ഓരോ ബോക്സിലും നമുക്ക് ഓരോ കളർ ടോൺസ് ആണ് വരുന്നത്. കണ്ടോ, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടീഷർട്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു ടീഷർട്ടാണ്. കണ്ടോ, ഇത് ഇങ്ങനെയുള്ള മോഡലാണ്, അതായത് പ്ലെയിനിൽ വന്നിട്ടുള്ള മോഡലാണ്. ഇത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂയിഷ് കളറിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ കാണുന്നതൊക്കെ ടീഷർട്സിൻ്റെ കളക്ഷൻസ് ആണ്. ഈ ഒരു സെക്ഷനിൽ അങ്ങോട്ട് ആ ഒരു ഏകദേശം ഈ ഒരു പോർഷൻ വരെ നമുക്ക് ടീഷർട്സിൻ്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് ഈ ഒരു ഷോപ്പിലെ ജീൻസ്, അതായത് ഡെനിം ജീൻസസിൻ്റെ കളക്ഷനിലേക്കാണ്. ഈ കാണുന്നതൊക്കെ നമുക്ക് പല സൈസിലും പല ഷേപ്പിലും ഉള്ള ഡെനിം ജീൻസസ് ആണ്. ജസ്റ്റ് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് അൺപാക്ക് ചെയ്ത് കാണിച്ചു തരാം. എല്ലാം നല്ല ഹൈപ്പർ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഐറ്റമാണ്. കണ്ടോ, ഇത് ഏകദേശം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൈഡ് പോക്കറ്റ് ഇല്ലേ, സൈഡ് പോക്കറ്റ് വരുന്ന രീതിയിലുള്ള ഒരു മോഡലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബാഗി ടൈപ്പിലുള്ള ഐറ്റമാണ്. അതുപോലെ ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലുള്ള ഡെനിമാണ്. ഇതും ഈ പറയുന്ന പോലെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈനിൽ വരുന്ന ഐറ്റമാണ്. ഇത് നമ്മുടെ നോർമൽ പാരലൽസ് ആണ് വന്നിട്ടുള്ളത്. നേരത്തെ കണ്ടത് ബാഗിയാണ്. കണ്ടോ, ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴും കണ്ടോ ലൈറ്റ് ഷെയ്ഡ് പാറ്റേണിലുള്ള ജീൻസാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കാണുന്ന ജീൻസ് കുറച്ചും കൂടി ലൈറ്റായിട്ട് ഹാഷ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക നാരോ ബോട്ടം ആയിട്ടുള്ള ജീൻസാണ്. ഈ കാണുന്നത് നമ്മുടെ കോട്ടൺ പാൻറ്റുകളുടെ സ്റ്റോക്കാണ്. കോട്ടൺ പാൻറ്റിൻ്റെയും വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. കോട്ടൺ പാൻറ്റ് കണ്ടോ, ഈ കാണുന്നത് ഏറ്റവും അധികം കോട്ടൺ പാൻറ്റിൽ ഇപ്പോൾ ഏറ്റവും അധികം യുവാക്കളൊക്കെ ചൂസ് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സാണ്. എല്ലാത്തരം കളർ പാറ്റേൺസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഹാഷിൽ വന്നിട്ടുള്ള കളറാണ്. അതുപോലെ തന്നെ ഇനി ചെക്കഡ് ഐറ്റം വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ചെക്കഡ് ആയിട്ടുള്ള കോട്ടൺ പാൻറ്റുകളുടെ കളക്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്ലാക്ക് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ബ്ലാക്കിൻ്റെ കോട്ടൺ പാൻറ്റുകളുടെ കളക്ഷനും അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഗോൾഡൻ ആയിട്ടുള്ള കോട്ടൺ പാൻറ്റുകൾ അല്ലെങ്കിൽ കാക്കി പാൻറ്റുകളുടെ കളക്ഷൻ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ജോഗേഴ്സാണ്. കണ്ടോ, ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ഏറ്റവും യങ്സ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ജോഗേഴ്സാണ്. അതായത് ജോഗേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടം പോർഷനിൽ ഇലാസ്റ്റിക് വരും. അപ്പോൾ ജോഗേഴ്സിൻ്റെയും പല വെറൈറ്റീസ് ഓഫ് കളേഴ്സ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. കണ്ടോ, ബാഗിയുടെ മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. ബാഗി നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ എല്ലാ സൈസസിലും ഉണ്ട് കേട്ടോ. ഇതെല്ലാം എല്ലാ സൈസസിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നത് പാരച്യൂട്ട് ബാഗിയാണ്. പാരച്യൂട്ട് ബാഗിയുടെയും കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് തോർത്തുണ്ടുകൾ, എല്ലാത്തരം ടൈപ്പുകൾ തോർത്തുണ്ടുകളും ഉണ്ട് കേട്ടോ. ഇപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് 77 രൂപ മുതലുണ്ട്. അത് 4 എണ്ണം വീതം വരെ ആണ് എല്ലാതും. ഒരെണ്ണത്തിൽ 4 എണ്ണം വീതം വരും. പിന്നെ വില വരുത്തുള്ളൂ. അതിന്റെ വെറൈറ്റികളാണ് ഇതെല്ലാം. ഓരോരോ ടൈപ്പില് ചെക്കിൽ വരുന്നത്, പ്ലെയിനിൽ വരുന്നത്. പിന്നെ കണ്ടില്ലേ, ഇതിന്റെയൊക്കെ കളേഴ്സ് ഒത്തിരി കളേഴ്സുകളുണ്ട്. പിന്നെ ചെക്ക് കണ്ടില്ലേ, വലിയ ചെക്ക് പാറ്റേൺ, ഇതൊക്കെ എല്ലാം നമുക്ക് ഇവിടെ തോർത്തുണ്ടുകൾ വരുന്നതാണ്. പിന്നെ ഇത് ബ്ലാക്ക് കളറിൽ വരുന്നത്, പിന്നെ പ്രിന്റഡ് വരുന്നത്, ഇത് ചെറിയ തോർത്തല്ലേ, കുട്ടി തോർത്തുണ്ടല്ലേ, അതിന്റെ അതിൽ വരുന്നത് സൈസ് ചെറിയ സൈസിൽ വരുന്നുണ്ട്. പിന്നെ വലുത്, അതിന്റെ വലുത് അങ്ങനെ ആയിട്ടുള്ളത് വരുന്നുണ്ട്. പിന്നെ ഇത് ചുട്ടി തോർത്ത് എന്ന് പറയും. ക്രീമുണ്ട് വരുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റും ഈ ഒരു ഷോപ്പിലുള്ള ടർക്കീസിന്റെ കളക്ഷൻ ആണ്. ഒരുപാട് ടവൽസും ബാത്തിങ് ടവൽസും പല രീതിയിലുള്ള ടർക്കീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഇതിന്റെ വിലയൊക്കെ? ചെറിയ ടർക്കിയാണ് ഇത് വരുന്നത്. 15 രൂപ മുതൽ നമുക്കുണ്ട്. 15 രൂപ വരുന്നുള്ളൂ. 15 രൂപ മുതലുള്ളതിൽ ടർക്കികൾ നമുക്കുണ്ട്. അത് ചെറുതുണ്ട്, വലുതുണ്ട്, അതെല്ലാം അവൈലബിൾ ആണ്. ചെറുതാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഹാങ്കർ ചീഫ് പോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും അവർക്ക് ചോറ് കെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പർപ്പസിലൊക്കെ ടർക്കീസ് യൂസ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് ടർക്കീസ് ഉണ്ട്. ഓക്കെ,
വെറൈറ്റീസ് ആണ് അല്ലേ, കളർ വേരിയേഷൻസും വെറൈറ്റീസും ആണ്. ഇനി വൈറ്റ് ടർക്കീസ് ഒക്കെ ഒരുപാട് ആൾക്കാർ വൈറ്റ് ബാത്തിങ് ടവലൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് MLA ടർക്കി എന്ന് പറഞ്ഞിട്ട് വൈറ്റിൽ വരുന്നുണ്ട്. MLA ടർക്കി എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, വൈറ്റിൽ വരുന്നുണ്ട്. ഇതെല്ലാം ടർക്കിയിലെ പ്ലെയിൻ ഉണ്ട്, പ്രിന്റഡ് ഉണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ആണ്. അതായത് വണ്ണം തിന്നായിട്ടുള്ള ടർക്കീസ് ഉണ്ട്, കനം കൂടിയതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ താഴെക്കാണ്ട നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഈ ഷോപ്പിലേക്ക് നിങ്ങൾ നേരിട്ട് വരിക. ഫ്രണ്ട്സ്, അപ്പോൾ കുട്ടികളുടെ ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. അതായത് ചെറിയ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടി ഉടുപ്പ്, പൗഡർ, അതുപോലെ തന്നെ കരിവള, പിന്നെ ചെറിയൊരു സോപ്പും വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം അതിൻ്റെതാണ്. ഓ, പല ഓരോ ഗിഫ്റ്റ് ബോക്സിൽ ഓരോ ഐറ്റംസ് ആണോ? ഓരോരോ ഐറ്റംസ് വരുന്നതാണ്. പല ഐറ്റംസിൽ വ്യത്യാസം, ഡ്രസ്സസിൽ വ്യത്യാസമുണ്ട്, കളേഴ്സിൽ വ്യത്യാസം വരും. ഇതെല്ലാം ഈ ഒരു ബോക്സിൽ നമുക്ക് ടവലും കൂടി വരുന്നുണ്ട് കേട്ടോ. അതാണ് ടവൽ വരുന്നുണ്ട്, എല്ലാ ഐറ്റങ്ങളും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഗിഫ്റ്റ് ബോക്സ് കണ്ടില്ലേ? ഓ, പ്ലാസ്റ്റിക്കിൽ ഈ ഒരു രീതിയിലുള്ള ഗിഫ്റ്റ് ബോക്സുകളും വരുന്നുണ്ട്. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്ന്, ഇതും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഇത് ബാസ്ക്കറ്റ് ആണ്, ഗിഫ്റ്റ് ബാസ്ക്കറ്റ് ആണ്, ഗിഫ്റ്റ് ബോക്സ് അല്ല, ഗിഫ്റ്റ് ബാസ്ക്കറ്റ്. അതും പല ആൺകുട്ടികൾക്കുള്ള ഐറ്റം ഉണ്ട്, പെൺകുട്ടികൾക്കുള്ള ഐറ്റം ഉണ്ട്. അങ്ങനെ ഗിഫ്റ്റ് ബോക്സിന്റെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കടേനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇതെന്താണ് ഐറ്റം? ഇത് കുട്ടികളുടെ കെട്ടുടുപ്പില്ലേ? ഇത് വൈറ്റ് ആണ്, ഇത് പ്ലെയിൻ, ഇത് പ്രിന്റ്. ഓക്കെ. പിന്നെ ഇങ്ങനെ വരുന്ന ഇതിലൊക്കെ ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കെട്ടുടുപ്പിന്റെ. ഇതൊക്കെ ബണ്ടിൽസ് ആയിട്ടാണോ? 10 വീതം വരും. കളേഴ്സ് വ്യത്യാസം ഉണ്ടാവും. ഇതിൽ ഒത്തിരി വെറൈറ്റികൾ ഉണ്ടാവും. അതായത് ന്യൂ ബോൺ ആയിട്ടുള്ള ഇൻഫന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടുടുപ്പുകളാണ് കാണുന്നതെല്ലാം. ഓക്കെ. അതിന്റെ പല കളർ വേരിയേഷൻസ് ആണ് കാണുന്നത് കേട്ടോ. കുറേ മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റും ന്യൂ ബോൺ ബേബീസിന്റെ ഐറ്റം ആണ് കേട്ടോ. ന്യൂ ബോൺ ബേബീസിന്റെ നല്ല കിഡിലൻ ബ്രാൻഡിനെ വെല്ലുന്ന രീതിയിലുള്ള ഐറ്റം ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എത്രയാണ് സ്റ്റാർട്ടിങ്, എങ്ങനെയാണ് പ്രൈസ്? 47 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓ, 47 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ. ഓക്കെ, നല്ല അടിപൊളി മോഡൽ കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് കണ്ടോ. നല്ല വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്ന നല്ല അടിപൊളി പ്രിന്റ് ഒക്കെയുള്ള ഐറ്റമാണ്. ഓ, ഇത് ന്യൂ ബോൺ തന്നെയല്ലാണ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് ആ ഒരു ഐറ്റം നമുക്ക് വരുന്നത് കേട്ടോ. ന്യൂ ബോൺ ബേബീസിന് പറ്റുന്ന ഐറ്റമാണ്. നല്ല ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഐറ്റം, അതുപോലെ തന്നെ ചെറിയൊരു എന്താ പറയുക പാൻറ് പോലെയുള്ള ഒരു ഇതും. ഓ, ഇത് അടുത്ത മോഡലാണല്ലേ. കണ്ടോ, ഇത് മറ്റൊരു മോഡലാണ്. ഇതിന് ചെറിയൊരു ക്യാപ്പ്, തൊപ്പിയും കൂടി വരുന്നുണ്ട്. തൊപ്പിയുള്ള മോഡലാണ്. അതുപോലെ ഓക്കെ, നാപ്കിൻ ഉണ്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാൻറ്റുമാണ് വരുന്നത്. 5 മാസം 6 മാസം പ്രായമൊക്കെ ആകുമ്പോഴേക്കും ആ പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഡെനിമിന്റെ ടൈപ്പിലുള്ള ഒരു നിക്കറാണ് നമുക്ക് വരുന്നത്. ഓ, വുള്ളൻ അല്ലേ. ഇപ്പൊ ടൂറൊക്കെ, കുട്ടികളെ ടൂറൊക്കെ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ടൂർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഇതിന് വുള്ളൻ ക്യാപ്പും ഉണ്ട്, സോക്സും വരുന്നുണ്ട് ഈ ഒരു സെറ്റിൽ. കുട്ടികളുടെ നല്ല രസമുള്ള ഒരു എന്താ പറയുക ഉടുപ്പുണ്ട്. ഉടുപ്പ് മാത്രമല്ല, അതിനൊപ്പം ചെറിയൊരു നിക്കറും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അതായത് നമുക്ക് ബാബാ സൂട്ടില്ലേ, ബാബാ സൂട്ടിൻ്റെ ടൈപ്പിൽ വരുന്ന ഒരു ഐറ്റമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബാബാ സൂട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും എന്താ പറയുക ചെറിയൊരു ബാബാ സൂട്ട് പോലെ തന്നെ ഓവർകോട്ട് ടൈ ഒക്കെ ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. പക്ഷെ 3/4 ആണ്. അപ്പോൾ 0 സൈസിൽ വരുന്നതാണ്. 0 സൈസ്, പിന്നെ അതിന് ഇച്ചിരി കൂടി വലുത്, പിന്നെ അതിൽ അങ്ങനെ റോംബർ അല്ലേ. ഓ, അടിപൊളി. അതിലിങ്ങനെ വരുമ്പോ 0, പിന്നെ 1, 2 അങ്ങനെയുള്ള ഇച്ചിരി വലുത് അങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രോപ്പ് ടോപ്പിലായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ടോപ്പാണ് കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഐറ്റമാണ് പറയാൻ സാധിക്കും കേട്ടോ. ഇതാണ് അതിന്റെ കംപ്ലീറ്റ് ഫിനിഷ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ 22 മുതൽ 36 വരെ സൈസ് ഉണ്ടാവേ. ഓക്കെ, ഡിഫറെന്റ് സൈസസ് ഉണ്ടല്ലേ. നല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ ഒരുപാട് മോഡൽസും കളർ വേരിയേഷൻസും അവൈലബിൾ ആണ്. ഇതെല്ലാം അതിന്റെ കളർ വേരിയേഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണെന്ന് തോന്നുന്നു അല്ലേ. ലേറ്റസ്റ്റ് മോഡലാണ്. ഓണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള എന്താ പറയുക കിഡ്സ് വെയർ കളക്ഷനിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുട്ടികളുടെ ഫ്രോക്കാണ് നമ്മുടെ സ്റ്റിച്ചഡ് ആയിട്ടാണ് വരുന്നതിൽ. അതിന്റെ എല്ലാ കളേഴ്സുകളും ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഭവാനി ടെക്സ്റ്റൈലിലെ ആ ഒരു കിഡ്സിന്റെ സെക്ഷന്റെ ഗോഡൌണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അല്ലേ. ഇരിക്കുന്ന കംപ്ലീറ്റ് കിഡ്സിന്റെ ആണല്ലേ. നോക്കിക്കേ, ഈ ഏരിയ മുഴുവൻ കിഡ്സ് വെയറിന് വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ള പല വെറൈറ്റി കളക്ഷൻസ് ആണ് കാണുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, വ്യത്യസ്തമായിട്ടുള്ള ബനിയൻ സെറ്റുകളാണ് കേട്ടോ. അതായത് നിക്കറും അതുപോലെ തന്നെ ടീഷർട്ടും കൂടി വന്നിട്ടുള്ള ബനിയൻ സെറ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഓ, ജീൻസ് ആണല്ലേ, ഡെനിം ജീൻസ് കണ്ടോ. ആ ഡെനിം ജീൻസിന്റെ പല രീതിയിലുള്ള
ഡിസൈനാണ്, അതായത് കാർഗോ ആണ് ലേറ്റസ്റ്റ് ഡിസൈനിൽ. ഇപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന രീതിയിലെ കാർഗോൻ്റെ മോഡലാണ്. ഇതെന്താണ് ഐറ്റം? ഓക്കെ, റോംബർ അല്ലേ, റോംബർ സെറ്റ്. ഓ, ഇത് 0 സൈസ് ബേബിയുടെ കേട്ടോ, അതായത് ന്യൂ ബോൺ ഒക്കെ ആയിട്ട് ഒരു 5 മാസം പ്രായമൊക്കെയുള്ള കുട്ടികളുടെ ഐറ്റമാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പലതും പല ടൈപ്പിലും നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ മുതിർന്ന ആൾക്കാരുടെ മാത്രമല്ല, കിഡ്സിൻ്റെയും ഈ പറയുന്ന പോലെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്കേർട്സ് തൂക്കിയിട്ടിരിക്കുന്നു, അതുപോലെ പല രീതിയിലുള്ള ഡ്രസ്സസ് തൂക്കിയിട്ടിരിക്കുന്നു. നമുക്ക് 16, 18, 20 ആ ഒരു സൈസിൽ വരുന്നത്. 16, 18, 20 സൈസിൽ വരുന്ന ഐറ്റമാണ്. ഈ ഒരു ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് 2 പീസാണ്. റൗണ്ട് നെക്ക് ടീഷർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡെനിമിന്റെ ഒരു ട്രൗസറും വരുന്നുണ്ട്. 16, 18, 20. പിന്നെ നമുക്ക് വരുന്നത് 20, 22, 24. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ കിഡ്സ് വെയറിന്റെ ഐറ്റം വാങ്ങാനായിട്ട് നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. നമ്മുടെ ഈ ഒരു ഭവാനി ടെക്സ്റ്റൈൽസിൽ വന്നാൽ മതി. A to Z ഐറ്റം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയുള്ള A to Z ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഓ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ബനിയനാണ് കേട്ടോ ഈ കാണുന്ന ബനിയനുകളാണ്. ജസ്റ്റ് ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി ഐറ്റമാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഫുൾ സ്ലീവ് ആയിട്ടുള്ള നല്ല അടിപൊളി ബനിയനാണ് കേട്ടോ. അതിൻ്റെ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കേ, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ആ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി തന്നെ വേറെ ലെവലാണ് കേട്ടോ. അതൊന്നും എന്താ പറയുക, പെട്ടെന്നൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല പ്രിൻറ്റിങ് ആണ് അല്ലേ. നല്ല ഫിനിഷ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും കണ്ടോ, ഇങ്ങനത്തെ ടീഷർട്ട്സ് ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു മോഡലുള്ള ഐറ്റംസിന് യാതൊരു വിധ പഞ്ഞവും ഈ ഒരു ഷോപ്പിലില്ല അല്ലേ. വെറൈറ്റി കളക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. പാൻ്റ് ആണ് അല്ലേ, ബോയ്സിന് വേണ്ടിയുള്ള പാൻ്റ്. ബോയ്സിന്റെ പാന്റ് അത് 32 മുതൽ 40 വരെയുള്ള സൈസിൽ നമുക്ക് കിട്ടുന്ന പാന്റ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതെ, അത് പാന്റിന്റെ സെക്ഷനിലാണ് വരുന്നത്. ഇത് കാർഗോയുടെ. ഓ, കാർഗോ. അതായത് ഒരു 4, 5, 6, 7 വയസ്സ് വരെ. അത് 20 to 30 വരെ ആ സൈസിൽ. അതങ്ങനെ ഉണ്ട്. 5 സൈസിലാണ് വരുന്നത്. 20 to 30, 32 to 40. ഇങ്ങനത്തെ ഡെനിം മെറ്റീരിയലിൽ ഇത് കാർഗോ വരുന്നത്. എല്ലാം ബെൽറ്റിലുള്ള ഐറ്റമാണ് കേട്ടോ. ജോഗർ ടൈപ്പിൽ താഴെ അടിയിൽ ഇലാസ്റ്റിക് വരുന്നത്. ജോഗറിന്റെ ടൈപ്പിൽ അതിൽ വരുന്നതാണ്. ഈ കാണുന്ന ബോയ്സിന്റെ നമുക്ക് ബനിയനും നിക്കറും കൂടിയിട്ടുള്ള സെറ്റിന്റെ ആ ഒരു ഇതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെയുള്ള ഇതാണ് ആ ഒരു ഐറ്റത്തിന്റെ ജസ്റ്റ് ഒരു രൂപരേഖ. ഇവിടെ നമുക്ക് ടീഷർട്ട്സ് ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കണ്ടോ ഇതുപോലെയുള്ള ട്രൗസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നില്ല അതുപോലെയുള്ള ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. എല്ലാം ആ ഒരു രീതിയിലുള്ള ഫോർമാറ്റുള്ള ഐറ്റംസ് ആണ്. ജസ്റ്റ് എന്താ പറയുക, ബനിയനും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ട്രൗസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഒരു സെറ്റായിട്ട് വരുന്ന ഐറ്റമാണ്. വിത്ത് കാറ്റലോഗാണ് ഈ ഒരു ഐറ്റം വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ചെക്കഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ഷർട്ടല്ല, ഇത് ഉള്ളിലൊരു ബനിയൻ കണ്ടോ, പുറമേ ഒരു ഷർട്ട്, പിന്നെ ഡെനിമിൻ്റെ ഒരു നിക്കറുമാണ് നമുക്ക് വരുന്നത്. ഇതെല്ലാം അങ്ങനത്തെ ഐറ്റംസ് ആണ് അല്ലേ ഈ ഒരു ഇരിക്കുന്നതെല്ലാം അങ്ങനത്തെ സെറ്റ് ആയിട്ട് വരുന്നതിൽ 0 സൈസ് ഉണ്ട്, 16, 18, 20 ഉണ്ട്, 22, 24, 26 ഉണ്ട്. ഇതെല്ലാം ബോയ്സിന്റെ സെക്ഷനാണ്. ഇതെല്ലാം ഫ്രോക്ക് ആയിട്ട്. ഓ, ഫ്രോക്കാണ് അല്ലേ, ഫ്രോക്കിന്റെ ഐറ്റം വരുന്നത്. വാവ്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസി ഫ്രോക്കാണ് കേട്ടോ. ഫാൻസി ഫ്രോക്കിന്റെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഇവിടെ ഉണ്ട്. ഓണത്തിന് ഏറ്റവും അധികം സെയിലിൽ ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഐറ്റമാണ് ഫാൻസി ഫ്രോക്കുകൾ. ഇതിന്റെ ഫാൻസി ഫ്രോക്സ് ഒരുപാടുണ്ട്, ഒരുപാട് കളേഴ്സുകളുണ്ട്. ഇത് മറ്റൊരു ഫാൻസി ഫ്രോക്കാണ്, ഗ്രീനിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ റോസാപ്പൂവിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഐറ്റമാണ്. ഈ കാണുന്നതൊക്കെ പല പല വേരിയേഷൻസ് ആണ് കേട്ടോ. ഫാൻസി ഫ്രോക്കുകളുടെ വേരിയേഷൻസ് ആണ് കേട്ടോ. വൈലറ്റിൽ വന്നിട്ടുള്ള ഐറ്റമാണ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വന്ന ഐറ്റമാണ്. 2 പീസ് ആയിട്ടുള്ള ലെഹങ്ക ഐറ്റമാണ്. ഇതെന്റെ ഫ്രോക്കാണ് വരുന്നത്. ഇതെന്റെ ടോപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല റിച്ച് വർക്കാണ്. ഇത് 22 to 32 വരെ വരുന്നുണ്ട്. 32 to 40 വരെ വരുന്ന ഐറ്റം വരുന്നുണ്ട്. വലിയ സൈസിലും വരുന്നുണ്ട്. അതിന്റെ കളർ വേരിയേഷൻസ് ആയിരിക്കുന്നത്. ഇത് റോസ് കളർ, പിന്നെ അതുപോലെ ഇത് സ്കൈ ബ്ലൂ വരുന്നുണ്ട്. ഇത് ആക്ച്വലി റെഡ് കളർ തന്നെയാണ് നമുക്ക് വരുന്നത്. കാണുന്നതാണ് ആ ഒരു ഫ്രോക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ. ഇത് ഓണത്തിനൊക്കെ നല്ല രീതിയിൽ പോകും. നല്ല ഐറ്റം അല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ കളർ വേരിയേഷൻ ഉണ്ട്, ഒത്തിരി കളർ. എല്ലാം അതിന്റെ കളർ വേരിയേഷൻ ആണ്. ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്, റെഡും ഈ പറയുന്ന പോലെ ഒരു ഓഫ് വൈറ്റിലും വരുന്നുണ്ട്, പിന്നെ ഗ്രീനിന്റെ വേരിയേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളർ വേരിയേഷനിൽ ഇത് അവൈലബിൾ ആണ്. കുറച്ചപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്തൊരു പാറ്റേൺ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതൊരു ടോപ്പാണ് നമുക്ക് വരുന്നത്. രസമായിട്ടുള്ളൊരു ടോപ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു നിക്കറാണ്, ഡെനിമിൻ്റെ മെറ്റീരിയൽ വരുന്ന നിക്കറാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർ ഐറ്റവും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ലെഹങ്ക ടൈപ്പിലെ കേട്ടോ, അങ്ങനെയുള്ള ഡ്രസ്സും നമുക്കുണ്ട്. ഈ കാണുന്ന അതിൻ്റെ ബോട്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിപ്പ് ചെയിൻ വരുന്നുണ്ട് കണ്ടോ. ഇതൊരു ഹിപ്പ് ചെയിൻ ആണ്. പിന്നെ അതിൻ്റെ ഷോളാണ്, നെറ്റിൽ ചെയ്തിട്ടുള്ള ഷോളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ്, ഇതിൻ്റെയൊക്കെ പല പല കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇവർ കംപ്ലീറ്റ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു
സ്കേർട്ട് നമുക്ക് വരുന്നുണ്ട് കണ്ടോ, നല്ല അടിപൊളി ഡിസൈൻ അല്ലേ. പിന്നെ ഇവിടെയും ഇതിനും ഒരു ഹിപ്പ് ചെയിൻ വരുന്നുണ്ട്, ഇത് ഹിപ്പ് ചെയിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഷോൾ ഉണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് പല സൈസിലുള്ള ലേഡീസിൻ്റെ ഫ്രോക്കാണ് കേട്ടോ. ഫ്രോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, നല്ല ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രോക്കാണ്, ഡിസൈനർ ഫ്രോക്കാണ്. അതിന്റെ മറ്റൊരു ഡിസൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ കളർ വേരിയേഷൻ ഒരുപാടുണ്ട്. ഒരു ഫ്രോക്കാണ് കേട്ടോ, കാരണം നല്ല ബട്ടർഫ്ലൈ സ്ലീവ് ഒക്കെ വരുന്ന അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള സ്കേർട്സ് അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്ന അതിലൊരു സ്കേർട്ടാണ്, നല്ല ലെങ്ത് ഉള്ള സ്കേർട്ടാണ്. ഈ പറയുന്ന പോലെ ടീനേജേഴ്സ് മാത്രമല്ല, ഒരു 25-30 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കേർട്ടാണ്. അതിൻ്റെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഈ കാണുന്നത് ഡെനിമിൻ്റെ സ്കേർട്ടാണ് കേട്ടോ. ഇതും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, പ്രായം നോക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കേർട്സ് ആണ്. ഇതിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു ഷോർട്ട് ടോപ്പും അതുപോലെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പാൻറ്റും വരുന്നത്. ഇത് ഏകദേശം ഒരു 1.5 വയസ്സ് 2 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു ഐറ്റമാണ്. നമുക്ക് ജുബ്ബകൾ, ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ജുബ്ബകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജുബ്ബയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 2 കളറുണ്ട്. ഒരെണ്ണം കോടി കളറിൽ, അതായത് ക്രീം കളറിൽ ജുബ്ബയുണ്ട്. പിന്നെ ഇത് ബ്ലീച്ച്ഡ് ആയിട്ടുള്ള വൈറ്റ്, പ്ലെയിൻ വൈറ്റിലുള്ള ജുബ്ബയും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലുള്ള. ഇതാണ് ഒരു വൈറ്റ് ജുബ്ബയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോം വരുന്നത്. നല്ല രസമില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കുകളുടെ വലിയൊരു കളക്ഷൻ ആണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ബോക്സിൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 16, 18, 20 സൈസിലുള്ള ഫ്രോക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരു 6 മാസം 8 മാസം ഒക്കെയുള്ള പെൺകുട്ടികൾക്ക് തൊട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ 1-2 ജസ്റ്റ് നിങ്ങളെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോന്നും ഓരോ വെറൈറ്റിയുള്ള ഫ്രോക്കുകളാണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി നോക്കിക്കുക, വേറെ ലെവലല്ലേ. അപ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് നമുക്ക് ഫ്രോക്കുകളുടെ കളക്ഷൻ ആണ് കേട്ടോ. അത് മാത്രമല്ല ഈ കാണുന്നത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്പുകളാണ് കേട്ടോ. അതായത് ചെറിയ ക്യാപ്പുകളില്ലേ തലയിൽ വെച്ച് കൊടുക്കുന്ന, അങ്ങനെയുള്ള ക്യാപ്പിൻ്റെ കളക്ഷനും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്പിൻ്റെ ഒരു ഐഡിയ ലഭിക്കും. കണ്ടോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്യാപ്പുകളാണ്. അപ്പോൾ ക്യാപ്പിൻ്റെ ഒക്കെ ഒരുപാട് പല ടൈപ്പിലുള്ള മോഡൽസും കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലൈനിങ്ങിന്റെ സെക്ഷൻ കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് കുറഞ്ഞ ലൈനിങ്ങും ഉണ്ട്. ഇതെല്ലാം കുറഞ്ഞ ലൈനിങ്ങിന്റെയാണ് ഇരിക്കുന്നതെല്ലാം. അപ്പുറത്തിരിക്കുന്നത് അതെല്ലാം കുറഞ്ഞ ലൈനിങ് ആണ്. ഈ സൈഡിൽ ഇരിക്കുന്നതെല്ലാം കൂടിയ ലൈനിങ് ആണ്. ഇരിക്കുന്നതെല്ലാം കൂടിയ ലൈനിങ് മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം അതിന്റെയാണ്. എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ട്. എല്ലാ തരം കളേഴ്സും, സോളിഡ് കളേഴ്സും സബ് കളേഴ്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ലൈനിങ്ങിന്റെ എന്ത് തരം ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി. ഇത് നമുക്ക് ഇരിക്കുന്നത് ക്രേപ്പ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്നതിന്റെ ക്രേപ്പിന്റെ സെക്ഷനാണ്. ക്രേപ്പ് കണ്ടില്ലേ, ക്രേപ്പ്. ഇത് ക്രേപ്പിലും അതെ എല്ലാ കളേഴ്സും ഉണ്ട്. എല്ലാം ഇതെല്ലാം ക്രേപ്പിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി റണ്ണിങ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു അറ്റം വരെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഇവിടെയൊക്കെ അജ്രക്കിന്റെ എന്താ പറയുക, വൈവിധ്യമാർന്ന ഒരുപാട് ഡിസൈൻസും കളക്ഷൻസും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അജ്രക്കാണല്ലേ? ഇത് അജ്രക്കിന്റെ കോട്ടണിൽ അജ്രക്കിന്റെ അതിൽ വരുന്നതാണ്. കുട്ടികളുണ്ട്. പിന്നെ ഇത് പ്രിന്റഡ് ആയിട്ടുള്ള ഇത് പട്ടുവാടക്കൊക്കെ ഇല്ലേ, ഒക്കെ അതിനൊക്കെ പട്ടുവാടക്കൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അതിന്റെ പല വേരിയേഷൻസും കളേഴ്സ് ഇരിക്കുന്നുണ്ട്. നോക്കിയേ, മെറ്റീരിയലാണ്. സിൽക്ക് അല്ലേ? ഇതൊക്കെ എല്ലാം പട്ടുവാടക്ക് ഇതിനൊക്കെ പറ്റുന്ന മെറ്റീരിയൽ ആണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഓർഗൻസ. ഇങ്ങനത്തെ ഓർഗൻസിന്റെ ദൂപ്പട്ടാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഉള്ള അല്ലേ? ടോപ്പ് അടിക്കും. പിന്നെ ഇതില് നെറ്റിന്റെ ആണ് ഇതില് വരുന്നത്. ഇത് ജോർജറ്റിൽ വരുന്നത്. പിന്നെ ഇത് സാറ്റിനാണ്. ഇതെല്ലാം സാറ്റിന്റെ ഒത്തിരി സാറ്റിനാണ് വരുന്നത്. സാറ്റിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഇരിക്കുന്നത് അക്കോബയുടെ പല പല വൈറ്റ്, ബ്ലാക്ക്, ഇതെല്ലാം അക്കോബയുടെ പ്രിന്റിൽ വരുന്നതാണ്. ഇതെല്ലാം അക്കോബയുടെ സെക്ഷനാണ്. അതൊക്കെ പല വേരിയേഷൻ ഉണ്ടല്ലേ? വൈറ്റിന് ഒരുപാട് വേരിയേഷൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെയോ? ഇതും അതിന്റെ തന്നെ കളർ ചേഞ്ചസ് ആണ്. ഫുൾക്കാരി മെറ്റീരിയലിൽ വരുന്നതാണ്. ഫുൾക്കാരിയുടെ ഒക്കെ ഒത്തിരി ഉണ്ട് നമ്മുടെ. ഇപ്പൊ അത് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് അങ്ങനത്തെ സിൽക്ക് മെറ്റീരിയലാണ്. പിന്നെ ഇത് നെറ്റിന്റെ വരുന്നതാണ്. ട്രഡീഷണൽ ടിഷ്യൂല് ചെയ്യുന്നത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ളത്. ഇതിനാകുമ്പോ കസവ് വരുന്നത് അടിയില് നമ്മൾ പട്ടുപാട ഇതൊക്കെ ടോപ്പൊക്കെ തയ്ക്കില്ലേ, അതിൻ്റെതായി വരുന്നതാണ്. പിന്നെ ഇത് ജോർജറ്റ്, ഇത് സിൽവറിൽ വരുന്നത്. കണ്ടോ, സിൽവറിൽ വരുന്നതാണ്. ഇങ്ങോട്ടൊക്കെ എല്ലാം ചിനോൻ മെറ്റീരിയൽ, ചിനോന്റെ ആ ഒരു ഇതാണ് ഇതിലിരിക്കുന്നത്. ആ ഒരു മെറ്റീരിയലാണ് ഇത്. ഇത് ആൽഫൈൻ മെറ്റീരിയൽ. ഇതൊക്കെ എല്ലാം ആൽഫൈൻ്റെ. ഇത് കോട്ടൺ ആണ്. ഇത് നെറ്റിൽ വരുന്നതാണ്. പിന്നെ ഇതെല്ലാം പ്ലെയിനിൽ വരുന്നത്. ഇതെല്ലാം കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം റണ്ണിങ് മെറ്റീരിയൽ ആണ് വരുന്നത് ഐറ്റമാണ്. അതെല്ലാം ഇത് കോട്ടണിൽ വരുന്നത്. കട്ടോർക്കില് കോട്ടണിൽ വരുന്നതാണ്. ഇത് ജോർജറ്റ് ആണ്. ജോർജറ്റ് അല്ലേ? അതായത് A to Z മോഡൽസ് ഓഫ് റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം കിട്ടും. ഇത് നമുക്ക് പ്ലെയിൻ നെറ്റിൽ വരുന്നതാണ്.
പ്ലെയിൻ നെറ്റിൽ വരുന്നതാണ്. ഇതൊക്കെ വളരെ വില കുറവാണ് കേട്ടോ. ഇതെല്ലാം പ്ലെയിൻ നെറ്റിന്റെ ഇത്രയും കളർ വേരിയേഷൻസ് ഉണ്ട് അല്ലേ? ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കളർ വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ജോർജറ്റിലാണ്, ഫോക്സ് ജോർജറ്റിലെ ആ ജോർജറ്റിന്റെ മെറ്റീരിയലാണ് ഇതെല്ലാം. 3 കളേഴ്സ് ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാം ജോർജറ്റിൽ. ഓ ഫൈൻ. ഇതാണല്ലോ എന്റെ ക്വാളിറ്റി പീസ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് റണ്ണിങ് മെറ്റീരിയൽസ് ആണോ ഇതെല്ലാം? റണ്ണിങ് മെറ്റീരിയലാണ് ഇതെല്ലാം. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 49 രൂപ സ്റ്റാർട്ടിങ് മുതൽ വരുന്നുണ്ട് നമുക്ക്. സ്റ്റാർട്ടിങ്ങിൽ ആ റേറ്റിൽ മുതലാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം വരുന്നത്. അത് കോട്ടൺ മിക്സ് വരുന്നതാണ്. കോട്ടൺ മിക്സ് ആണ് അല്ലേ? ഇത് വരുന്നത് വിചിത്രയില് വരുന്നതാണ്. വിചിത്രയില് അതിൽ പ്രിന്റ് വരുന്നത്. പിന്നെ ഇതെല്ലാം നെറ്റിന്റെ ആണ് വരുന്നത്. ഡിസൈനർ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ഇതൊക്കെ ഫുൾക്കാരിയിൽ വരുന്നത്. ഇതിലൊക്കെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഓ കളേഴ്സും ഡിസൈൻസും പാറ്റേൺസും ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതായത് നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പം ഗൗൺസ് തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്നൊക്കെ പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള വിചിത്രയാണ്. പ്ലെയിൻ വിചിത്ര, അതിൽ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം അതിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് കട്ട് വർക്ക് ഇതിൽ വരുന്നതാണ്. അതിൽ ബ്ലാക്ക് ഒത്തിരി കളേഴ്സ് ഉണ്ട് കട്ട് വർക്കിൽ വരുന്നത്. അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് എന്താ ഉള്ളത്? ഇതിൽ നമുക്ക് ജീൻസുകളുടെ, ലേഡീസിന്റെ ജീൻസുകളുടെ ഇതാണ് ഈ ഇരിക്കുന്നതാണ്. ഓ കാർഗോ ആണല്ലേ? ഇത് കാർഗോ പാന്റിന്റെ ലേഡീസിന്റെ കാർഗോ കേട്ടോ. നോർമലി ഈ ഒരു ഷോപ്പിന്റെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ലേഡീസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജീൻസസിന്റെ ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൊറിയൻ ബാഗ് അല്ലേ? ഓക്കെ, നല്ല സ്ലീക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാകുമ്പോ പാരച്യൂട്ട് ബാഗ്. ഓ പാരച്യൂട്ട് ബാഗ്. പാരച്യൂട്ട് ബാഗ് അതാവുമ്പോ ഇവിടെ ഈ ഒരു ഇതില്ലേ, ഓക്കെ, നമുക്ക് ഇങ്ങനെ വലിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പറ്റുന്നതാണ്. ഓക്കെ, പാരച്യൂട്ട് ബാഗ് ആണത്. സാധാ ജീൻസ്. ഓ സാധാ ജീൻസ് വരുന്നുണ്ട്. ഇത് ബാഗി വരുന്നത്, ബാഗി പാന്റ്. ബാഗ് തന്നെ. അതിന്റെ തന്നെ ഒരുപാട് മെറ്റീരിയലുകളിൽ വ്യത്യാസപ്പെട്ടിട്ട് വരുന്ന ഐറ്റംസ് ആണ് പാന്റുകൾ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോം ജീൻസ് ആണ് ഇത്. പിന്നെ ഇത് ജോഗർ അല്ലേ? ജോഗർ ടൈപ്പിലുള്ളതാണ്. ജോഗറാണ്. ഇതെല്ലാം അതിന്റെ തന്നെ കളേഴ്സുകളാണ്. ഓക്കെ, ഇതെല്ലാം കുർത്തി പാന്റുകളാണ്. പലാസോ, എലിഫന്റ് പലാസോ ഇതിൽ വരുന്നതാണ്. ഓക്കെ, എലിഫന്റ് പലാസോ അല്ലേ? കുർത്തി പാന്റിന്റെ ഒക്കെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതില് ഷിഫോണിൽ വരുന്ന പലാസോ ആണ്. ഓ പലാസോസിന് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അടിപൊളി കളർ വേരിയേഷൻ കേട്ടോ. പിന്നെ അതില് പ്ലെയിനിൽ വരുന്നുണ്ട് എലിഫന്റ് പലാസോ. ഓക്കെ ഫൈൻ. ഉണ്ടോ? എലിഫന്റ് പലാസോ ഒക്കെ ഇപ്പൊ യൂണിസെക്സ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. സാധാ പലാസോ അല്ല, ഇങ്ങനെ സരാര പലാസോ. സറാര പോലെ അല്ലേ? ഇതിന്റെ കുറച്ച് ബെല്ലുമായിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഷോളിന്റെ സെക്ഷനാണ്. ഷോളുകൾ പ്രിന്റഡ് ഷോൾ ഉണ്ട്, പ്ലെയിൻ ഷോൾ ഉണ്ട്. പ്ലെയിൻ ഷോളൊക്കെ കുറഞ്ഞ വില മുതലുള്ളതിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇങ്ങനത്തെ പ്രിന്റ് വരുന്ന ഷോളുകളുണ്ട്. ഓക്കെ ഓക്കെ, ഒത്തിരി കളേഴ്സുകളുണ്ട്. പിന്നെ ഇങ്ങനത്തെ പ്രിന്റഡ് ഷോൾ ആണല്ലേ? അത് എന്ത് മെറ്റീരിയലാണ് ചേച്ചി നോർമലി ഷോളുകളൊക്കെ വരാറ്? ഇത് ഷോൾ അതൊക്കെ നമ്മൾ ഷിഫോണിൽ വരുന്നതാണ്. ഷിഫോൺ കോട്ടൺ മിക്സ് ഒക്കെ ആയിട്ട് വരും അല്ലേ? ഓ ഇങ്ങനെ ലഭിക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഷോൾ ഇല്ലേ, നൈറ്റ് ഷോൾ കൊടുക്കുന്ന ഐറ്റമാണ് ഇതെല്ലാം. ഇത് ഫുൾക്കാരിയിൽ വരുന്ന ഷോളുകളാണ് ഇരിക്കുന്ന മെറ്റീരിയലുകൾ. പിന്നെ ഇത് ചുങ്കുടി ആ ടൈപ്പിൽ വരുന്ന ഷോളുകളാണ്. ഓക്കെ, ഓ ഇങ്ങനത്തെ നൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വരുന്നത്. വെരി ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് നമുക്ക് സ്റ്റോളില്ലേ, അങ്ങനെ മുസ്ലിംസിന്റെ ആണെങ്കിലും നമ്മൾ ചുറ്റിക്കെട്ടി ഒക്കെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ ഷോൾ, ലെങ്ത് കുറവായിട്ടുള്ള ഐറ്റംസ് അല്ലേ? അപ്പൊ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ഇങ്ങനെയാണല്ലേ നമുക്ക് ലഭിക്കുന്നത്? ഈ ഒരൊറ്റ ബോക്സ് ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓ ഈ ഒരു ബോക്സിൽ സെയിം കളറാണ്, പക്ഷെ മിക്സ് ചെയ്ത് തരുമെന്നാണ് ഇവര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ഷോൾ ഇതെല്ലാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ ലെഗിൻസിന്റെ ഒക്കെ സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട് കേട്ടോ. അതായത് ഈ ഷോപ്പിൽ A to Z ഐറ്റംസ് കാണിക്കാൻ ആദ്യമേ പറഞ്ഞ പോലെ. ചേച്ചി ഇവിടെ പലാസോ അല്ലേ? പലാസോ ഐറ്റം അല്ലേ? കൊള്ളാട്ടോ, അടിപൊളി മോഡല്. ഇത് നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റം ആണ്. സ്റ്റിച്ചഡ് ഐറ്റം നമ്മൾ തന്നെ ചെയ്യണോ? ഓക്കെ, അതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതെല്ലാം പലാസോ അല്ലേ? പല ടൈപ്പ് ഇതിലൊക്കെ കളർ വേരിയേഷൻസ് ഉണ്ടാവും അല്ലേ? കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് നമ്മൾ ഈ കാണിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റമാണ്. ഒരു ഫാൻസി ടൈപ്പ് അല്ലേ? സ്ട്രൈപ്ഡ് സീബ്ര സ്ട്രൈപ്പ് ജോർജറ്റില് നമ്മൾ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് കോട്ടണില്. ഓ കോട്ടൺ പലാസോ. ഇത് ശരിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പലാസോ ആണ്. നല്ല വേരിയേഷൻ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ജീൻസിന്റെ പലാസോ, ഓ ഡെനിമിന്റെ ടൈപ്പിലുള്ള പലാസോ ആണ്. ഇതും കൊള്ളാം, നല്ല അടിപൊളി ഐറ്റം. പിന്നെ ഇതിങ്ങനെ കുട്ടികളുടെ പലാസോ ചെറിയ പലാസോ ഇല്ലേ, 32, 34, 36, 40 പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള ഐറ്റമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സെക്ഷനിൽ കംപ്ലീറ്റും ലെഗിൻസ് ആണ്. പല സൈസിൽ പല ഷേപ്പിൽ ഡിസൈൻസ് ഒക്കെ ഉള്ള ലെഗിൻസ് ആണ്. അതെ, ഇതിൽ വരുന്നത് നമുക്ക് XL, XXL, XXL ഇതിൽ വരുന്നതാണ് സൈസസിലുണ്ട് ലെഗിന് വരുന്നത്. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് നമുക്ക് ആംഗിൾ ലെങ്ത് വരുന്നത്
ആങ്കിൾ ലെങ്ത് അല്ലേ? ഓക്കെ, ആങ്കിൾ ലെങ്ത്തിൽ വരുന്നതാണ്. ആങ്കിൾ ലെങ്ത് ലെഗിൻസ് ആണ് കേട്ടോ. അതിന്റെ കളക്ഷൻസ് ഒക്കെ ആ ഒരു സെക്ഷനിലാണ് അവർ വെച്ചിട്ടുള്ളത്. അതെല്ലാം അതിന്റെ ഒരു കളർ വേരിയേഷൻസ് ആണ് ആങ്കിൾ ലെങ്ത് അല്ലേ? പിന്നെ ഇതെല്ലാം പട്ടിയാല പാന്റ്. പാട്ടിയാല ബനിയൻ പട്ടിയാല എന്ന് പറയും. അപ്പൊ അതിന്റെ കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വരുന്ന ആൾക്കാർ മറ്റ് ഡ്രസ്സുകൾ വാങ്ങിക്കുന്നതോടൊപ്പം ഈ പറയുന്ന പോലെ പാട്ടിയാല പാൻസും അതുപോലെ ലെഗിൻസും ഒക്കെ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതിന്റെയും ഏറ്റവും കുറഞ്ഞ ചീപ്പ് പ്രൈസിലല്ലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബെസ്റ്റ് ക്വാളിറ്റി ഇൻ ലോ പ്രൈസ് അല്ലേ? ഇത് കുറഞ്ഞ ലെഗിനാണ്, കുറഞ്ഞ മോഡൽ അല്ലേ? കുറഞ്ഞ പ്രൈസിലുള്ള. ഇവിടെ പിന്നെ നമുക്കുള്ള സിഗരറ്റ് ബോട്ടുമാണ്, കണ്ടില്ലേ? ഇത് നമുക്ക് ലാർജ് മുതൽ 5XL വരെ ഉണ്ട് നമ്മുടെ കയ്യിൽ വരുന്നത്. ഒത്തിരി കളേഴ്സുകൾ ഉണ്ട് ഇതിന്റെ. അതില് ഇതിപ്പോൾ XL ആണ്, 5XL, 4XL, XXL, ഇതെല്ലാം അതിന്റെ കളേഴ്സ്. പിന്നെ ചുടി ബോട്ടുമാണ്, ചുരി ബോട്ടം. ഇതിന്റെ ഒത്തിരി കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ പല പല കളറുകളിൽ നമുക്ക് വരും. ഇതെല്ലാം ബോട്ടത്തിന്റെ ഇതിൽ വരുന്നതാണ്. ലൂസ് ബോട്ടം കണ്ടോ, ഇങ്ങനെ ലൂസ് ബോട്ടം സാധാരണ നേരത്തേക്ക് ഉപയോഗിച്ചിരുന്ന അങ്ങനത്തെ ലൂസ് ബോട്ടമാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒത്തിരി കളേഴ്സുകളാണ്. ഈ കാണുന്ന കംപ്ലീറ്റും ബ്ലൗസ് പീസിന്റെ സെക്ഷൻ ആണ്. അതായത് എല്ലാ തരം സാരീസിനും വേണ്ടിയിട്ടുള്ള ബ്ലൗസ് പീസ്. ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാവും ചേച്ചി? ഇത് നമ്മൾ കോട്ടന്റെ ആണ്. കോട്ടൺ ആണ്. 2x2 അല്ലേ? 2x2 ആണ്. പിന്നെ നമുക്ക് കോട്ടൺ സിൽക്കിൽ ബിറ്റ് വരുന്നുണ്ട്. കോട്ടൺ സിൽക്കിൽ പിന്നെ ഇതില് ഇതിങ്ങനെ 10 പീസാക്കി വെച്ചിട്ടുള്ള ബ്ലൗസ് പീസ് ഉണ്ട്. 10 പീസ് അല്ലേ? അത് വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഇരിക്കുന്നത് പോപ്ലിൻ ആണ്. നമ്മൾ അണ്ടർ സ്കേർട്ട് ബോട്ടം ഒക്കെ തയ്ക്കുന്ന മെറ്റീരിയലാണ്. ഇതെല്ലാം പോപ്ലിൻ മെറ്റീരിയൽ ആണ്. അതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് അല്ലേ? ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഓക്കെ, പോപ്ലിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ചേച്ചി, അപ്പൊ ഇതെന്താണ് മെറ്റീരിയൽ? ഇത് നമ്മൾ റാപ്പ് റൗണ്ടിന്റെ ആണ്. പവർ സ്കേർട്ട് ഇല്ലേ, സ്കേർട്ടിന്റെ ആണ്. അത് എലാസ്റ്റിക് ഉള്ളതുണ്ട്, എലാസ്റ്റിക് ഇല്ലാത്തതുണ്ട്. ഇങ്ങനെ റാപ്പ് ആകുമ്പോൾ കെട്ടുന്നത്. ഇതിൽ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. റാപ്പ് അറൗണ്ട് സ്കേർട്സ് അല്ലേ? ഓക്കെ, കണ്ടോ, റാപ്പ് അറൗണ്ട് സ്കേർട്സ് ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ റെയർ ആയിട്ടല്ലേ ലഭിക്കത്തുള്ളൂ അല്ലേ? എല്ലാ ഷോപ്സിലും എല്ലാ ഐറ്റവും നമ്മളെ കയ്യിലുണ്ട്. എല്ലാ ഐറ്റവും. ഇതിന് എലാസ്റ്റിക് വരുന്നതുണ്ട്, ഫ്രോക്ക് വരുന്നതുണ്ട്. ഓക്കെ, കോട്ടന്റെ ഫ്രോക്ക് വരുന്നു. ഓക്കെ, കോട്ടൺ ഫ്രോക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെ കോട്ടന്റെ ഫ്രോക്ക്. ആ മെറ്റീരിയൽസിന്റെ ഫുൾ കംപ്ലീറ്റ് സെലക്ഷനും ആണ് നമുക്ക് ഈ ഒരു റാക്കിൽ അവർ ചെയ്തിട്ടുള്ളത്. പലാസയും ഉണ്ട്, കോട്ടന്റെ പലാസയും ഉണ്ട്. കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ്. നമുക്ക് ബ്ലൗസ് പീസ് ഇല്ലേ, കോട്ടൺ സിൽക്കിന്റെ റണ്ണിങ് ആയിട്ടുള്ളത് വരുന്നതാണ്. പിന്നെ ഇങ്ങനെ കസവിന്റെ വരുന്നത്. ഇതെല്ലാം അതാണ് കേട്ടോ. ഇത് പെറ്റിക്കോട്ടാണ്. പെറ്റിക്കോട്ട് പിള്ളേർക്കുള്ള പെറ്റിക്കോട്ടിന്റെ വരുന്നത്. കളറിലുള്ളതുകൊണ്ട് ഇത് വൈറ്റ് വരുന്നതും കളറും വൈറ്റും അവൈലബിൾ ആണ്. വൈറ്റും കൂടി ഇട്ടുള്ള വരുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ കോട്ടന്റെ വരുന്നതിലുള്ള പിള്ളേർക്ക് ഒക്കെ പറ്റുന്ന പെറ്റിക്കോട്ട്. ഇതെല്ലാം നമ്മുടെ കടയിൽ ഉള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ ഉള്ള ഫുൾ പെറ്റിക്കോട്ട്, ഫുൾ ലെങ്ത്തിൽ വരുന്നത്. ഇടാനൊക്കെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ലൈറ്റാണ്. ഇതിന് കളേഴ്സ് ഉണ്ട്, ഒത്തിരി കളറുകളുണ്ട്. ഇതില് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, പ്ലെയിനും കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിൽ സെറ്റി കവറുകളാണ്. സെറ്റിയുടെ കവേഴ്സ്, സോഫ സെറ്റിയുടെ കവറുകൾ അല്ലേ? അതാണ് ഇതിൽ ഇരിക്കുന്നത്. പല ടൈപ്പ് മോഡൽസ് ഉണ്ട് അല്ലേ? ഒത്തിരി കളേഴ്സുകളുണ്ട്. സോഫ സെറ്റിയുടെ കവറുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എല്ലാം ഈ പറയുന്ന പോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുള്ളൂ. പിന്നെ ഇതെന്താണ് സംഭവം? ഇതിന്റെ സെറ്റി കവർ തന്നെ സോഫ സെറ്റി കയറാണല്ലേ? പ്ലെയിൻ പ്രിന്റിൽ വരുന്നത്, ഇത് പ്ലെയിനിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് കുഷ്യൻ. ഇപ്പൊ നമ്മൾ ചേർന്ന കുഷ്യൻ ഇല്ലേ, കുഷ്യൻ കവർ. ഓക്കെ, കുഷ്യൻ കവറുകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കണ്ടോ, ചെറിയ ചെറിയ പില്ലോസിലും കുഷ്യൻസിലൊക്കെ ഇടാൻ പറ്റിയ കവേഴ്സ് ആണ്. ഇവിടെ ഓപ്പണിങ്ങും കാര്യങ്ങളും സിബിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ്, സൂപ്പർബ് ഐറ്റം. പിന്നെ മല്ലിന്റെ പല പല റേറ്റിന്റെ ഉണ്ട് മല്ല്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ലേഡീസ് ഇന്നർവെയർസിന്റെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ്. ബ്രേസീറിന്റെ ഒക്കെ പല രീതിയിലുള്ള എന്താ പറയാ മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. കോട്ടൺ ഉണ്ട്, കോട്ടന്റെ ഉണ്ട്, ബനിയത്തിന്റെ ബ്രാൻഡ്, പിന്നെ ഷേപ്പ് ആയിട്ടുള്ളതിന്റെ ഉള്ളതുണ്ട്, പിന്നെ സ്പോർട്സ് ബ്രാ ഉണ്ട്. ഇതെല്ലാം ഇതിരിക്കുന്നത് കോട്ടന്റെ കളർ ബ്രാ ആണ്. ഓക്കെ, അതെല്ലാ സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഷോപ്പിൽ. 30 മുതൽ 40, 42, 44 വരെയുണ്ട്. ഓക്കെ, ഇതെല്ലാം സാധാ കോട്ടന്റെ ഇതാണ്. ഇത് കളറിന്റെ ആണ്. ഓക്കെ, ഇതെല്ലാം ബനിയത്തിന്റെ. ഓക്കെ, ബനിയൻ ടൈപ്പിലുള്ളതാണ്. പല റേഞ്ചിലുള്ളതുണ്ട്. ബ്രാൻഡ്സും പല പല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. പിന്നെ സ്പോർട്സ് ബ്രാഡ് ഉണ്ട്. ഓക്കെ, സ്പോർട്സ് വെയർ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മോഡലുള്ള ഐറ്റംസിന് നിങ്ങൾ വേറെ ഷോപ്പിലൊന്നും പോകണ്ട. ഇവിടെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസസിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഇവിടെ നിന്നും വാങ്ങി വെക്കാനായിട്ട് സാധിക്കും. സ്പോർട്സ് ബ്രാഡ് പല റേറ്റിന്റെ ഉണ്ട്, പല കമ്പനിയുടെ ഉണ്ട്. ഇത് ഫീഡിങ്ങിന്റെ ബ്രായാണ്. ഓക്കെ, ഇതിൽ ഇതാ വരുന്നു ഫീഡിങ്ങിന്റെ ബ്രായാണ്.
പിന്നെ പാഡഡ് ബ്രാ. എല്ലാത്തിന്റെ കളർ വേരിയേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. കളേഴ്സ് അവൈലബിൾ ആണ്. ഷേപ്പിന്റെ അതായത് പാഡഡ് ആയിട്ടുള്ള ബ്രാഡ് ആണ്. ഇതിന്റെയൊക്കെ എല്ലാ അളവുകളും ഉണ്ട് കേട്ടോ. 30 മുതൽ നമുക്ക് 44 വരെ ഉള്ളത് ഉണ്ട്. ഇങ്ങനെ ഇവിടെ ബ്ലാങ്കറ്റുകൾ കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇതിന്റെ ഫാമിലി ഉണ്ട്, ഡബിൾ ഉണ്ട്, ഇതെല്ലാം ബ്ലാങ്കറ്റിന്റെ ആണ്. ചേച്ചി അപ്പൊ ഇനി എന്താണ് ഐറ്റംസ് നമുക്കുള്ളത്? നമുക്ക് ഒരുപാട് ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ ഉണ്ട്. ബെഡ്ഷീറ്റുകളിൽ കുറച്ചായിട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ നമ്മൾ 93 രൂപ ആണ് ബെഡ്ഷീറ്റുകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ? 93 രൂപ മുതൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ ബെഡ്ഷീറ്റ് ഉണ്ട്. എല്ലാം ഉണ്ട്. സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്, ഫാമിലി കോട്ട്, എല്ലാം കിങ് സൈസ്, ക്വീൻ സൈസ് എല്ലാം ഉണ്ട്. ഓക്കെ. ഇതെല്ലാം പില്ലോ ഇല്ലാത്തതാണ്. അതിൽ സിംഗിൾ വരുന്നുണ്ട്, ഡബിൾ വരുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണല്ലോ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഞാൻ കുറച്ച് കളേഴ്സ് മാത്രം. ലോക്കൽ കളേഴ്സ് അല്ല, എല്ലാം സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ്. പിന്നെ ഇതൊക്കെ ഫാമിലിയിൽ വരുന്നതാണ്. ഓക്കെ. ഫാമിലി കോട്ട് അല്ലേ? ഫാമിലിയിൽ വരുന്നത്. പില്ലോ ഇല്ലാത്തത് കേട്ടോ. പില്ലോ ഇല്ലാത്ത ഐറ്റംസിലാണ് ഈ വരുന്നത്. പിന്നെ നമുക്ക് പില്ലോ ഉള്ളതിൽ ഇതെല്ലാം കുറഞ്ഞ റേറ്റിൽ വരുന്നതാണ്. ഓക്കെ. പില്ലോ ഉള്ളത് ഇതെല്ലാം കുറഞ്ഞ റേറ്റിൽ. ഇതൊക്കെ പറഞ്ഞ പ്യൂർ കോട്ടണിൽ വരുന്നതാണ്. ഇതൊക്കെ കണ്ടോ. ഓക്കെ. പ്യൂർ കോട്ടൺ അല്ലേ? പ്യൂർ കോട്ടൺ. ഇതെല്ലാം പ്യൂർ കോട്ടണിൽ വരും. ഇത് കോട്ടൺ മിക്സിൽ വരുന്നത്. അതിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് റേറ്റുകളെല്ലാം മനസ്സിലാവും. ഇത് ഫാമിലിയിൽ വരും. കിങ് സൈസിൽ വരുന്നത്. ഓ, കിങ് സൈസ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ഐറ്റമാണ് കിങ് സൈസ്. അത് കിട്ടാനും ഭയങ്കര പാടാണ്. കോട്ടണിലാണ് വരുന്നത്. കിങ് സൈസിനൊക്കെ ഒരുപാട് വെറൈറ്റി കളർ വേരിയേഷൻസ് ഉണ്ടാവുമോ? കാര്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കിങ് സൈസിൽ കളർ വേരിയേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട. ഈ ഒരു ഷോപ്പിൽ നമ്മുടെ ഭവാനിയിൽ കിങ് സൈസിന്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ്. വരുന്നതാണ്. ഇത് പ്ലെയിനോ? വൈറ്റ് പ്ലെയിൻ അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ബോക്സ് ഐറ്റത്തിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പില്ലോ വിത്ത് ബെഡ്ഷീറ്റ് ആണ് വരുന്നത്. അതിന്റെയും കളർ വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഓ, പ്ലെയിനും പ്രിന്റും ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വരും. 2 ബെഡ്ഷീറ്റ് വരും. അതിലാണ് ഇത് വരുന്നത്. ഓക്കെ. ഒറ്റ പാക്കിങ്ങിൽ 2 നമ്പർ വരും. അത് വളരെ റേറ്റ് കുറവാണ്. അത് സെയിം കളേഴ്സ് തന്നെയാണ് അല്ലേ വരുന്നത്? സെയിം കളർ. ഇതെല്ലാം കോട്ടന്റെ. ഇതെല്ലാം പ്യൂർ കോട്ടൺ ആണ്. ഇതെല്ലാം കോട്ടൺ വെച്ച്. പിന്നെ ഇത് നമുക്ക് വരുന്നത് ബ്ലാങ്കറ്റ്സ് ആണ്. പുതപ്പ്. ബ്ലാങ്കറ്റ്സ് ആണ്. കോട്ടൺ ബ്ലാങ്കറ്റ്സ് ആണ്. അതിൻ്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഓക്കെ. ഇതും ബ്ലാങ്കറ്റ്സ് ആണ്. ഇതെല്ലാം എന്താ പറയുക, പല സൈസിലുള്ള ബ്ലാങ്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെന്താ ഐറ്റം? ഇത് ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് ആണല്ലേ? സിംഗിൾ ടൈപ്പ്. ഓ, ബെഡ്ഷീറ്റിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ട്. ഇത് പില്ലോ കവർ. ഇത് കുറഞ്ഞ പില്ലോ കവറുകളാണ്. ഓ, പില്ലോ കവർ മാത്രമായിട്ട് ബൾക്ക് പാക്കിങ്ങിൽ തന്നെ അല്ലേ? അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഐറ്റം. ഇത് പില്ലോ കവറാണ്. ഓക്കെ. വലിയ പില്ലോ കവർ. വലുതല്ലേ? ബ്രോഡർ സൈസിലുള്ള പില്ലോ കവർ. പിന്നെ ഇതെല്ലാം വരുന്നത് ബെഡ് കവറുകൾ. ബെഡ് കവേഴ്സ്. ഓക്കെ. ബെഡ് ഷീറ്റ് അല്ല, ബെഡ് കവേഴ്സ് ആണ്. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് ബെഡ് ഇമേഴ്സ് ചെയ്ത് ഇറക്കി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഫുൾ കവറിങ് വരുന്ന ഐറ്റമാണ്. അതും ബെഡ് കവർ തന്നെയാണ്. ഫാമിലി വരെ ഉള്ളതുണ്ട്. ബെഡ് കവർ ഉണ്ട്. സിംഗിൾ മുതൽ ഫാമിലി വരെയുള്ള ബെഡ് കവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ഒരു ഐറ്റമാണ് ദിവാൻ കോട്ടിന്റെ കവർ വരുന്നത്. ദിവാൻ കോട്ടിന്റെ ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ആ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കുള്ള ഒരു ഐറ്റമാണ് ഏപ്രിൻ. ഓക്കെ. ഏപ്രിൻസ് ഉണ്ടല്ലേ? ഏപ്രിൻസ് ഒക്കെ സത്യം പറയുകയാണെങ്കിൽ കിട്ടാൻ വളരെ റെയർ ആണ്. ഐറ്റം ഉണ്ട് ഇവിടെ. അതായത് കുക്കിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റം ഇല്ലേ? കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഏപ്രിൻസ് ആണ്. അതിന്റെ പല പല വെറൈറ്റീസ് ഉണ്ട്. അടിപൊളി ഏപ്രിൻസ് ആണ്. ഇങ്ങനെ തലവഴി ഇട്ടിട്ട് ഇങ്ങനെ സൈഡ് കെട്ടി വെച്ചാൽ മാത്രം മതി. ഏപ്രിൻസിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ. കളർ വേരിയേഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സ് ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ഐറ്റം ഏതാണ്? നെക്സ്റ്റ് പിന്നെ നമുക്ക് അണ്ടർസ്കേർട്ടുകളൊക്കെ. ഓക്കെ. അണ്ടർസ്കേർട്ട് റെഡി സ്റ്റിച്ച്ഡ് ഐറ്റംസ് അല്ലേ? അതെ. പിന്നെ ഇതില് കോട്ടണിൽ വരുന്നതാണ് അണ്ടർസ്കേർട്ട്സ് ആണ്. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഈ കാണുന്ന എല്ലാ അണ്ടർസ്കേർട്സിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇതെല്ലാം പല അണ്ടർസ്കേർട്സിന്റെ കളേഴ്സ് ആണ്. കോട്ടൺ മാത്രമല്ല, കോട്ടൺ മിക്സും പോളിസ്റ്ററും ആയിട്ടുള്ള പല മെറ്റീരിയൽസിൽ അണ്ടർസ്കേർട്സ് വരുന്നുണ്ട്. പിന്നെ ബനിയത്തിന്റെ വരുന്നുണ്ട്. ഇതെല്ലാം ബനിയൻ ആ ടൈപ്പിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ഡിസൈനർ ആയിട്ടുള്ള ഐറ്റം, ലേസ് ഒക്കെ പിടിപ്പിച്ച് ഒത്തിരിയോളം കളേഴ്സ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഐറ്റം എല്ലാം പരിചയപ്പെടുത്തിയതാണ്. പിന്നെ ചെറിയ അതായിട്ടുള്ള സ്കേർട്ട്. അണ്ടർസ്കേർട്ട് തന്നെ ചെറിയ സ്കേർട്സ്. വലുതും ഉണ്ട്, ചെറുതും ഉണ്ട്. ഓക്കെ. അതിന്റെ കളർ വേരിയേഷൻസ് ഒത്തിരി ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഞാൻ കാണിച്ചത് നമ്മുടെ ഐറ്റം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിൽ സ്ഥിതി ചെയ്യുന്ന ഭവാനി ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ. നമ്മുടെ എറണാകുളം മാർക്കറ്റിലെ ഏറ്റവും വലിയ കടയാണ് ഭവാനി അല്ലെ ചേച്ചി? അതുപോലെ തന്നെ ഏറ്റവും ലാഭത്തിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കട കൂടിയാണ് ഭവാനി. ഓക്കെ. ഇവിടെ നമുക്ക്
ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങുന്ന ഒരാളുകൾക്കാണെങ്കിൽ തോർത്ത് മുതൽ ചവിട്ടി വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഒരു ബുട്ടീക്ക് തുടങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടോപ്പുകൾ, കുർത്തികൾ, ജീൻസിന്റെ ടോപ്പ്, പാന്റ്, അല്ലാതെ ജീൻസ്, എല്ലാ സാധനങ്ങളും അങ്ങനെ ബുട്ടീക്ക് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടതായ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അതുപോലെ ഒരു കിഡ്സിന്റെ ഷോപ്പ് തുടങ്ങുന്ന ഒരാൾക്കാർക്കാണ് കിഡ്സിന്റെ 0 സൈസ് മുതൽ 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് പറ്റുന്ന അതുവരെയുള്ളതുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഭവാനി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡാണ്. അതായത് നമ്മുടെ മാർക്കറ്റ് റോഡിനും ബ്രോഡ്വേക്കും മധ്യയുള്ള PO ലിങ്ക് റോഡിലാണ് ഭവാനി ടെക്സ്റ്റൈൽസ് സ്ഥിതി ചെയ്യുന്നത്. യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ ഷോപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സ് ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ശരി ചേച്ചി, ഓക്കെ. അപ്പോൾ നമ്മുടെ ഹലോ കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഹലോ കൊച്ചി ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും പൊതുജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ ബൈ.